അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ മല്ലാ നബിയ ബഅദ അമ്മാ ബഅദു ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഖുർആനും ഹദീസും എന്ന സലഫി ഗ്രൂപ്പിലെ ബഹുമാന്യരായ സഹോദരന്മാരെ, പ്രിയപ്പെട്ടവരെ, രണ്ട് മുസ്ലിയാക്കന്മാർ ഒരുമിച്ച് വന്നിട്ടാണ് ഇസ്തിഗാസ അത് ഇസ്ലാമികമാണ് എന്ന് വരുത്തി തീർക്കാൻ ഇവിടെ ഒരു ശ്രമം നടത്തിയത്. പക്ഷേ കാറ്റുപോയ ബലൂണ് പോലെ സംവാദം പൂർത്തിയാക്കാൻ പോലും സാധ്യമാകാതെ ഉഡായിപ്പുകൾ പറഞ്ഞ് ഈ സംവാദത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പല തരത്തിലുള്ള ദുഷ്പ്രചാരണങ്ങൾ നടത്തി അവർ പിരിഞ്ഞു പോകാൻ ഉള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ വളരെ സംയമനത്തോടു കൂടി അവർക്കുള്ള യാതൊരു അവസരവും നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ള നിലക്ക് തന്നെ ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാർ മുന്നോട്ട് പോയി എന്നുള്ളത് പ്രശംസനീയമാണ്. ഏതായിരുന്നാലും ഇവിടെ ഇതുവരെ നടന്ന ചർച്ചകൾ, ആ ചർച്ചകളുടെ ഒരു മർമ്മം എന്തായിരുന്നു എന്നുള്ളത് ബോധ്യപ്പെടുത്താനാണ് ഇതിൻ്റെ സമാപനത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി ഞാൻ മുസ്ലിയാർ തന്നെ അവരുടെ വിഷയാവതരണത്തിൽ അവരുടെ വാദത്തെക്കുറിച്ച് പറയുന്ന ഭാഗം അതൊന്ന് കേൾപ്പിക്കാം. എന്തായിരുന്നു ഈ മുസ്ലിയാക്കന്മാരുടെ വാദം? രണ്ടാളും ഒരുമിച്ചാണല്ലോ ഈ സലഫികളെ നേരിടാൻ വേണ്ടി വന്നിരിക്കുന്നത്. അവരുടെ വാദം എന്തായിരുന്നു? ആ വാദത്തിന് അവരാകെ കൊണ്ടുവന്ന ഒരു തെളിവ് എന്താണ്? അത് പോസ്റ്റ്മോർട്ടം നടത്തി അവസാനിപ്പിക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രദ്ധിക്കുക. നമ്മുടെ വാദം മരണപ്പെട്ടു പോയ അമ്പിയാക്കൾ, അള്ളാഹുവിന്റെ റസൂൽ, ഇവരെ വിളിച്ച് സഹായം തേടുന്നത് അവര് മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ സഹായിക്കുമെന്നോ അവർ അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്യുമെന്നോ വിശ്വസിച്ചുകൊണ്ട് അവരോട് സഹായം തേടുന്നത് ശിർക്കോ കുഫറോ അല്ല എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ വാദം. ഈ വാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ വിഷയാവതരണം നടക്കുന്നത്. ഏറ്റവും പ്രബലമായ തെളിവ്, ഏറ്റവും പ്രസിദ്ധമായ നമ്മുടെ തെളിവ്, നമ്മുടെ മുൻഗാമികളായ ഇമാമിയങ്ങൾ ആരും തന്നെ ഇങ്ങനെ ഒരു വാദം ഇത് ശിർക്കാണെന്നോ ഇത് കുഫറാണെന്നോ വാദിച്ചിട്ടില്ല. കണ്ടോ? മുസ്ലിയാർ വാദത്തെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചല്ലോ. ഒന്നാമതായിട്ട് അദ്ദേഹം പറയുന്നത് മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ സഹായിക്കുമെന്ന വിശ്വാസത്തിൽ അമ്പിയ ഔലിയാക്കളോട് സഹായം ചോദിക്കാം, ഇസ്തിഗാസ ചെയ്യാം, അത് ശിർക്കാണ് എന്ന് ആരും പറഞ്ഞിട്ടില്ല എന്നാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആഴ്ചകൾ അല്ല മാസങ്ങൾ തന്നെ ഈ നീണ്ട ചർച്ചയിൽ മരണത്തിനു ശേഷവും അമ്പിയ ഔലിയാക്കൾക്ക് മുഅ്ജിസത്ത് ഉണ്ടാകും, മുഅ്ജിസത്ത് പിന്നീടും നടക്കും എന്നുള്ളതിന് ഒരു തെളിവ് ഹാജരാക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഒരടിസ്ഥാനം പറയുമ്പോൾ അതിന് തെളിവ് കൊണ്ടുവരണ്ടേ? നേരെ മറിച്ച് ദാറു തക്ലീഫിൽ മാത്രമേ, അഥവാ ഈ ഭൗതിക ലോകത്ത് ജീവിച്ചിരിക്കുന്ന സമയത്ത് മാത്രമേ മുഅ്ജിസത്താകട്ടെ കറാമത്താകട്ടെ അത് അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അവൻ ഉദ്ദേശിക്കുന്നവരിൽ നടപ്പാക്കിയുള്ളത്. അതായത് മുഅ്ജിസത്ത് നബിമാർക്കും കറാമത്ത് അള്ളാഹു ഉദ്ദേശിക്കുന്ന ഔലിയാക്കൾക്കും അല്ലെങ്കിൽ സത്യവിശ്വാസികൾക്കും എന്നുള്ളത് ഞാനിവിടെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി. ഇമാമകളെ ഞാൻ ഉദ്ധരിച്ചു, പ്രമാണങ്ങൾ അതിനാണ് പിൻബലം എന്നുള്ളത് ഞാനിവിടെ തെളിയിച്ചു. മുസ്ലിയാക്കന്മാർ മുഅ്ജിസത്ത് കറാമത്ത് എന്ന വിഷയം അവസാനം വരെ തൊട്ടിട്ടില്ല എന്നുള്ളത് ഈ സംവാദം നന്നായി ശ്രദ്ധിച്ച് ഓരോരുത്തർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പോൾ അവരുടെ വാദം തന്നെ നിലനിൽക്കുന്നില്ല എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് എല്ലാവർക്കും ബോധ്യമായല്ലോ. ഇനി മുസ്ലിയാർ പറഞ്ഞ ന്യായം ഇസ്തിഗാസ ശിർക്കാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. എവിടെയാണ് ഇവരുള്ളത്? ഞാൻ വിഷയാവതരണം മുതൽ ഇസ്തിഗാസ എന്തുകൊണ്ട് ശിർക്ക് എന്ന് ബോധ്യപ്പെടുത്തി. ഒന്നാമതായിട്ട് ഖുർആൻ തന്നെ പറയുന്നത്, സൂറത്ത് യൂനുസ് 10-ാമത്തെ സൂറത്തിലെ 106, 107 ആയത്തുകൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വലാ തദൂ മിൻ ദൂനില്ലാ മാ ലാ യൻഫഉക വലാ യദുറുക. അല്ലാഹുവെ കൂടാതെ നിനക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്തവയെ നീ വിളിച്ചു പ്രാർത്ഥിക്കരുത്, അഥവാ ഇസ്തിഗാസ ചെയ്യരുത്. കണ്ടോ? ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത. നബിയോട് നരകമോചനം ചോദിച്ചപ്പോൾ ഫാത്തിമ ബിവിയോട് നബി പറഞ്ഞെന്താ? വല അംലിക്കുലക്കിളറം വല നഫ, ഞാൻ നിനക്ക് ഗുണദോഷങ്ങൾ ചെയ്യുന്നില്ല. അപ്പൊ മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിൽ നബി സഹായിക്കുമെന്ന് കരുതി നബിയെ കാക്കണേ എന്ന് വിളിച്ചാൽ അത് പറ്റൂല എന്ന് പറഞ്ഞത് ഖുർആനാണ്. ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് മുസ്ലിയാർ. ഞാനിത് വളരെ കൃത്യമായി സൂറത്ത് യൂനുസിലെ 106, 107 ആയത്തുകൾ. ഇനി അങ്ങനെ ആരെങ്കിലും അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ ചെയ്താലോ? ഫൈൻ ഫഅൽത ഫഇന്നക ഇദം മിനൽ ലാലിമീൻ, നീ അപ്രകാരം ചെയ്താൽ നീ ലാലിമുകളിൽ പെട്ടുപോകും. എന്താ ലാലിം എന്ന് പറഞ്ഞാൽ? ഇന്ന ശിർക്കല ദുൽമുൻ അദീം, ശിർക്കാണ് ഏറ്റവും വലിയ ദുൽമ. ശിർക്ക് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു പോകും. ഇസ്തിഗാസ ശിർക്കാണ് എന്ന് ആരും പറഞ്ഞിട്ടില്ല എന്ന മുസ്ലിയാരുടെ വാദം തെറ്റാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞിരിക്കുന്നു. ഇനി സൂറത്ത് യൂനുസിലെ അടുത്ത ആയത്തിലും ഈ കാര്യം ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹി ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ്,
നമ്മൾ ശരണം തേടേണ്ടത് റബ്ബിനോട് മാത്രമാണ്. ഖുൽ അഊദു ബി റബ്ബിൽ ഫലഖ്, പുലരിയുടെ റബ്ബിനോട് ഞാൻ ശരണം തേടുന്നു തുടങ്ങിയ അധ്യായങ്ങൾ തലക്കെട്ടായി നൽകി അതുമായി ബന്ധപ്പെട്ട റബ്ബിനോട് ശരണം തേടുന്നു എന്ന് പറയുന്ന ചില ഹദീസുകളൊക്കെ എടുത്തു കൊടുത്തതിന് ശേഷം ഇമാം ബുഖാരിയിൽ ഹദീസുകൾ ഞാനിവിടെ തെളിവായി വായിച്ചു. ആ ഹദീസുകളെ വിശദീകരിക്കുന്നിടത്ത് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറഞ്ഞു, ലാ യസിഹു തഅവ്വുദു ഇല്ലാ ബിമൻ ഖദറ അലാ ഇസാലത്തി മസ്തുഈദ ബിഹി മിൻഹു. ശരണം തേടപ്പെടുന്ന വിഷയം, അതിൽ നിന്ന് ശരണം തരാൻ കഴിയുന്ന, നമ്മുടെ ആ അപകടത്തെ, ഉപദ്രവത്തെ, രോഗത്തെ നീക്കിത്തരാൻ കഴിവുള്ള ആളുകളോടല്ലാതെ ശരണതേട്ടം സ്വഹീഹാവുകയില്ല. മുസ്ലിയാർ പറയാണ്, അങ്ങനെ ശരണതേട്ടം ശരിയാവൂല എന്നാരും പറഞ്ഞിട്ടില്ല, അത് ശിർക്കാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇതാ ബുഖാരിയിൽ ഇമാം ബുഖാരി പറഞ്ഞു, ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ അത് വന്നു. അതിനെ വിശദീകരിച്ചിട്ട് ഫത്ഹുൽ ബാരിയിലും നമുക്കത് കാണാം. ഇത് ഞാനിവിടെ ഉദ്ധരിച്ച് കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇനി ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് തന്നെ നഫീസത്തുൽ മിസ്രിയുടെ ഖബറിന്റെ അരികിൽ മുസ്ലിം ഉമ്മത്തിലെ പിഴച്ച കക്ഷികൾ നടത്തുന്ന ശിയകളും മറ്റും നടത്തുന്ന സിയാറത്ത്, അത് ശിർക്ക് കലർന്ന സിയാറത്ത് ആയതുകൊണ്ട് അതിനെ കടുത്ത സ്വരത്തിൽ അദ്ദേഹം ആക്ഷേപിച്ചത് ഇമാം സഖാവി അദ്ദേഹത്തിന്റെ അൽ ജവാഹിർ വദ്ദുറർ ഫി തർജുമത്തി ശൈഖുൽ ഇസ്ലാം ഇബ്നു ഹജർ എന്ന കൃതിയുടെ 2949 പേജിൽ ഉദ്ധരിച്ചത് ഞാൻ ഇവിടെ വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. മുസ്ലിയാക്കന്മാർ തൊട്ടിട്ടില്ല, കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. എന്താ പറഞ്ഞത്? ഇമാം ഇബ്നു ഹജർ പറയാണ്, വമാസാല ഖബറുഹാ മഖ്സൂദൻ ബിസിയാറത്തി വതബറുകി ബിഹി. നഫീസത്തുൽ ബിസ്രിയുടെ ഖബർ സിയാറത്ത് ചെയ്യാനും ബറക്കത്ത് എടുക്കാനും വേണ്ടിയുള്ളതായി തീർന്നുകൊണ്ടേയിരുന്നു. ഹത്തസ്തഹറ, എത്രത്തോളം അത് പ്രസിദ്ധമാകുമാറ്, അന്നഖലി ബഅദിൽ ഉലമാഇ, ചില പണ്ഡിതന്മാരിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട്, അന്നൽ മിസ്രിയീന കാനു യുസമ്മൂന ദുആ ഇൻദഹാ അത്തിരിയാഖൽ മുജറബ, ആ ഖബറിന്റെ അരികിൽ ദുആ നടത്തിയാൽ അത് ഉത്തരം കിട്ടുമെന്നത് പിന്നെ എന്താണ് പരീക്ഷിച്ച് തെളിഞ്ഞതാണ് എന്ന് വരെ ചില ആൾക്കാർ പറയുന്നിടത്തോളം ആ അപകടം എത്തിയിട്ടുണ്ട്. വഖദ് ഗലാ ഫീ ദാലിക് ബഅദുൽ അവാം, ചില പൊതുജനങ്ങൾ ആ വിഷയത്തിൽ അതിരുവിട്ടു പോയിട്ടുണ്ട്. കണ്ടല്ലേ, നഫീസത്തുൽ മിസ്രിയുടെ ഖബറിന്റെ അടുത്ത് വന്ന് ശിർക്കൻ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനെ ആക്ഷേപിച്ചുകൊണ്ട് ഇബ്നു ഹജർ സംസാരിച്ചു. ഏതാനും പൊതുജനങ്ങൾ എന്നല്ല, ബൽ കുല്ലുഹും, ഏതാണ്ട് എല്ലാവരും തന്നെ, ആ ഖബറിങ്കൽ വരുന്ന എല്ലാവരും തന്നെ പിഴവിൽ വീണുപോയി. അവർക്ക് സംഭവിച്ച ശിർക്കിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഹത്താ ഇന്ന ബഅദഹും യഖഉ ഫിൽ കുഫ്രി, ഇവിടെ ശിർക്കിനെ കുഫർ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. ശിർക്ക് കുഫറല്ല എന്ന് മുസ്ലിയാർക്ക് വാദമുണ്ടോ? അവർ കുഫറിൽ തന്നെ തീർച്ചയായിട്ടും അവരിൽ പലരും പതിച്ചുപോയി. വഹുവ ലാ യശ്ഉർ, അവിടെ ഖബറിങ്കൽ വന്നവൻ താൻ ശിർക്കിൽ പെട്ടു എന്ന് മനസ്സിലാക്കുന്നില്ല. ഏതുപോലെ ഇവിടെ സംവാദം നടത്താവുന്ന മുസ്ലിയാക്കന്മാരെ പോലെ തനിച്ച ശിർക്കും കുഫറുമാണ് ചെയ്തതവർ. പടച്ചോനാണ് മടവൂർ എന്ന് പറയുന്ന മതത്തിലാണ് യഥാർത്ഥത്തിൽ അവരുള്ളത്. ആ മതത്തിലേക്ക് അവരെ കൊണ്ടുപോയ വിശ്വാസങ്ങളെ ന്യായീകരിക്കലും ഖബർ പൂജ ബിസിനസ്സിന് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യുക എന്ന ജോലിയാണ് ഈ മുസ്ലിയാക്കന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാ പറഞ്ഞത്, അവരറിയുന്നില്ല ശിർക്കിൽപ്പെട്ടു, കുഫറിൽപ്പെട്ടു. വല്ലാഹുൽ മുസ്തആൻ, അള്ളാഹുവിനോടാണ് നമുക്ക് സഹായം തേടാനുള്ളത് എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറഞ്ഞതായി ഇമാം സഖാവി രേഖപ്പെടുത്തി. പറഞ്ഞാൽ വ്യക്തമായ ഒരു തെളിവും ഈ മുസ്ലിയാക്കന്മാർക്ക് കൊണ്ടുവരാനില്ല. അപ്പൊ കാണുന്ന കച്ചിത്തുരുമ്പുകളൊക്കെ ഇവിടെ ഇങ്ങനെ കൊണ്ടുവരും. മനസ്സിലായില്ലേ? ഇമാം നവവി റഹിമഹുല്ലാഹ് ഹജ്ജിന്റെ യാത്രയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ യാത്രാവാഹനം നഷ്ടപ്പെട്ടു പോയി. അപ്പൊ അള്ളാഹുവിന്റെ അടിമകളെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് അദ്ദേഹം പറഞ്ഞു. അത് ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ് എന്ന് മഹാന്മാരായ ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് ഇസ്തിഗാസയാക്കി അവതരിപ്പിക്കുക. അവർ ഏത് സ്ഥലത്തുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ സഹായിക്കണേ, ആരുമാകാം. അത് മരണപ്പെട്ടവരോടുള്ള ഇസ്തിഗാസയായി തെളിയിക്കാൻ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഇബാദല്ലാ എന്ന് വിളിച്ചത് മരണപ്പെട്ടവരോടായിരുന്നു, ഔലിയാക്കളോടായിരുന്നു, അമ്പിയാക്കളോടായിരുന്നു. മുഴ്സത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ സഹായിക്കുമെന്ന വിശ്വാസത്തിലായിരുന്നു എന്ന് തെളിയിക്കാൻ രണ്ട് മുസ്ലിയാക്കന്മാർ ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് കെട്ടിമറിഞ്ഞിട്ട് സാധിച്ചിട്ടില്ല. അതെന്താണ് എന്ന് നമ്മളോട് വിശദീകരിച്ചു കൊടുത്തു. ഷിർക്കിന്റെ ഒരു വിളിയുമല്ല. ഇബാദല്ലാ എന്ന് വിളിച്ചാൽ സ്വാഭാവികമല്ലേ, അവിടെ അള്ളാഹിന്റെ അടിമകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഹാജരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതിന് കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സഹായിക്കണേ, അതാരുമാകാം. അതിവിടെ തർക്കമുള്ള വിഷയമാണോ? മുഴ്സത്ത് കറാമത്തിന്റെ സഹായം ചോദിക്കൽ അതിലൊരിക്കലുമില്ല. നോക്കൂ, മുസ്ലിയാക്കന്മാർ എത്ര ദുർബലമായി ഇവർ തുടങ്ങുന്നതിന്, വിഷയാവതരണത്തിൽ തുടങ്ങുന്നതിന് ഇത്രയും ദുർബലമായ വർത്തമാനങ്ങളുമായിട്ടാണ് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മഹാനായ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്തിഗാസ, ആ അഹ്മദ് റളിയല്ലാഹു അൻഹു തന്നെ അദ്ദേഹത്തിന് പ്രയാസം വന്നപ്പോൾ, പ്രയാസത്തിന്റെ ഘട്ടത്തിൽ അള്ളാഹുവിന്റെ അടിമകളായ, അള്ളാഹുവിന്റെ സ്വാലിഹുകളായ അള്ളാഹുവിന്റെ അടിമകളെ വിളിച്ച് ഗത്യന്തര ഘട്ടത്തിൽ സഹായം തേടി എന്ന് മഹാനവറുകളുടെ ജീവചരിത്രത്തിൽ നമുക്ക് കാണാം. ഇതാണ് ഒന്നാമതായി അവതരിപ്പിക്കുന്നത്. മൂപ്പർ ഒന്നാമതായിട്ട് അവതരിപ്പിച്ച ഒരു തെളിവാ ഇബാദല്ലാ അയ്നൂനി. അതിന്റെ നിജസ്ഥിതി ഇവിടെ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞാൽ ഈ ജാതി ഉഡായിപ്പുകൾ മാത്രമേ ഉള്ളൂ. ഇവിടെ മരണപ്പെട്ടവരോടുള്ള തേട്ടമില്ല, മുഴ്സത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തേട്ടമില്ല. നേരെ മറിച്ച് ഇവിടെ മുസ്ലിയാക്കന്മാർ ഇതുപോലത്തെ തനിച്ച ദുർവ്യാഖ്യാനങ്ങൾ മാത്രമേ ഈ മുസ്ലിയാക്കന്മാരുടെ കയ്യിലുള്ളൂ. നമുക്ക് മനസ്സിലായി. ഇനി
സൂചിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? ശ്രോതാക്കൾ ഗൗരവത്തിലെടുക്കണം. എന്താണ് വിഷയമെന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്വഹീഹായ ഒരു ഹദീസിൽ കാണാം, ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി പറഞ്ഞു, ലാ യദ്ഹബുൽ ലൈലു വന്നഹാർ, രാവും പകലും കടന്നു പോവുകയില്ല, ഹത്താ തുഅബദൽ ലാത്തു വൽ ഉസ്സ, ലാത്തും ഉസ്സയും ആരാധിക്കപ്പെടുന്നത് വരെ. ഈ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ജനങ്ങൾ ലാത്തിനെയും ഉസ്സയെയും ആരാധിക്കുന്ന ഒരു കാലം വരും. ഇനി ഇമാം തിർമുദിലെ സുനനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സൗബാൻ റളിയല്ലാഹു അൻഹു ഇതേ ആശയത്തിൽ മറ്റൊരു റിപ്പോർട്ട് കാണാം, ലാ തഖൂമു സാഅത്തു, ലോകാന്ത്യം ഉണ്ടാവുകയില്ല, ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ, എൻ്റെ ഉമ്മത്തിലെ ചില കബീലകൾ മുശ്രിക്കുകളോട് ചേരുന്നത് വരെ. അതാണ് ഇപ്പോൾ ഈ സമസ്തക്കാരുടെ ഷിയാക്കളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഉമ്മത്തിലെ പല കുടുംബങ്ങളും ഗോത്രങ്ങളും മുശ്രിക്കുകൾ ചെയ്യുന്ന അതേ പ്രവർത്തനങ്ങൾ, മുശ്രിക്കുകൾ ക്ഷേത്രങ്ങളിൽ നടത്തുന്ന അതേ പ്രവർത്തനങ്ങളും ഉത്സവങ്ങളും ആരാധനകളും നേർച്ചകളും മക്ബറകളിലും ജാറങ്ങളിൽ നടത്തുന്ന അവസ്ഥയിൽ ഈ പ്രവചനം പുലരുന്നതായി നമ്മുടെ കൺമുന്നിൽ കാണാൻ. ഈ ഒരു വേദനയിലാണ് സലഫികൾ ഈ ദഅവത്തുമായി ഇറങ്ങിയിട്ടുള്ളത്. എത്രത്തോളം എന്നറിയാമോ? വഹത്താ യഅ്ബുദുൽ ഔസാൻ, അവർ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതുവരെ, പ്രതിഷ്ഠകളെ ആരാധിക്കും. മനസ്സിലായില്ലേ? കിടത്തി വെച്ച വിഗ്രഹങ്ങളെയാണ് ഇപ്പൊ മുസ്ലിയാക്കന്മാർ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസന യുഅബദ്, എന്റെ ഖബറിനെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന വസനാക്കരുതേ. കണ്ടോ, നബി വസന് എന്നാണ് ഈ ഖബറിനെ കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അത് പ്രാർത്ഥിക്കപ്പെടുമ്പോൾ, അവിടെ ഇസ്തിഗാസ് നടക്കുമ്പോൾ, ഇബാദത്തിന്റെ ഇനങ്ങൾ ഖബറിങ്കൽ നടത്തുമ്പോൾ അത് വസനാണ്. ഇങ്ങനെയുള്ള ഒരു മഖാമുകളെല്ലാം വസനുകളാണ്. വസനുകളെ ആരാധിക്കുന്ന ഒരു ഉമ്മത്തായി നമ്മുടെ ഇവിടെ വിവിധ സമസ്ത ഗ്രൂപ്പുകൾ, പിന്നെ എണ്ണമില്ലാത്തത്രയും തരീഖത്തുകളും അത്രയും ഗ്രൂപ്പുകളുമായി പൊട്ടിച്ചെതറി നിൽക്കുന്ന സമസ്തയുടെ ഗ്രൂപ്പുകൾ ഇവിടെ മക്ബറകളെ വസനുകളാക്കി മാറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം പുലരുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഇനി ഇവർ നോക്കും, ഇനിയിപ്പോൾ ഇതാ നബിദിനം കഴിഞ്ഞ ഈ മാസം റബീഉൽ അവ്വൽ കഴിഞ്ഞ റബീഉൽ ആഖിറിലേക്ക് എത്തിയാൽ ഇവർ ജീലാനി ദിനത്തിലാണ്. അപ്പോൾ ഞാൻ ഇവിടെ സൂചിപ്പിച്ചിരുന്നു, മുസ്ലിയാർക്ക് തൊടാൻ കഴിഞ്ഞിട്ടില്ല. ഉഡായിപ്പുകളുമായി ഒഴിഞ്ഞു മാറുന്ന മുസ്ലിയാക്കന്മാരെയാണ് കണ്ടത്. കുത്തുബിയത്ത്, അവർ ചൊല്ലുന്ന കുത്തുബിയത്ത് എന്താ? യാ കുത്തുബ അഹ്ലസ് സമാഇ വൽ അർദ് ഗൗസഹുമാ യാ ഫൈല ഐനൈ വുജൂദൈഹിം വഗൈസഹുമാ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവർ എന്താണ്, യബ്നൽ അലിയൈൻ എന്നിങ്ങനെ പറഞ്ഞിട്ട് ആകാശഭൂമിയുടെ കുത്തുബും ഗൗസുമായ മഹാനവർകളെ, ആകാശഭൂമിന്റെ നട്ടല് മൊയ്തീൻ ഷെയ്ഖാണെന്ന് പറയാൻ നാണമില്ലല്ലോ മുസ്ലിയാക്കന്മാരെ. എന്നിട്ട് പറയാണ്, പിന്നെ ഞങ്ങൾ മദ്രസയിൽ നിന്ന് വരുന്ന കുട്ടികളോട് ചോദിച്ചറിയാം ആരാണ് പടച്ചോൻ. നിങ്ങളാണ് ജീലാനി പടച്ചോനാണ് നിങ്ങൾ തന്നെ പഠിപ്പിക്കൽ. പടച്ചോന്റെ സിഫത്തുകളാണ് നിങ്ങൾ ഈ ചെറുപ്പം മുതലേ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അവർ നാളെ വന്ന് പാട്ടുപാടിയിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ള മുസ്ലിയാരെ. ഗൗസാരാണ് എല്ലാറ്റിനും സഹായം നൽകുന്നവൻ, അത് ജീലാനിയാണ്. റബ്ബിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ അത് ജീലാനിയോട് ചോദിക്കാമെന്ന് പഠിച്ചാൽ പിന്നെ അവർ ജീലാനി പടച്ചോനാണെന്ന് പറയില്ലേ? CM പടച്ചോനാണെന്ന് പറയില്ലേ? എന്നിട്ട് അവര് തന്നെ എഴുതിയ ട്രാൻസ്ലേഷനാണ് ഞാൻ വായിക്കുന്നത്. മഹാനവറുകളെ, ആകാശലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനെ. എന്നിട്ട് പറയാ, ഉന്നതരായ രണ്ട് വ്യക്തികളുടെ, അതായത് മുഹമ്മദ് നബിയുടെയും അലിയിന്റെയും മകനെ, ഇരുവരുടെയും അനന്തര സ്വത്ത് അഥവാ ഇൽമ് അങ്ങ് സംഭരിച്ചിരിക്കുന്നു. വിളിക്കപ്പെട്ടവരിൽ വെച്ച് ഏറ്റവും മെച്ചപ്പെട്ട മൊയ്തീൻ ഷെയ്ഖ് തങ്ങളെ, എല്ലാ സമയത്തും മഹത്തായ സഹായം നൽകുന്ന ഉന്നതരെ. ഇങ്ങനെ പിന്നെന്താണ്, ജീലാനിയെ പടച്ചോനാക്കി മുസ്ലിയാക്കന്മാർ. കുത്തുബിയത്ത്, ഇത് മുസ്ലിയാക്കന്മാരിവിടെ പ്രസിദ്ധീകരിക്കുന്ന അതിന്റെ ട്രാൻസ്ലേഷൻ ഞാൻ വായിച്ചു കേൾപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഇങ്ങനെ അപകടകരമായ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ഇതിൽ നിന്ന് ഈ ഉമ്മത്തിനെ കരകയറ്റാനാണ് ശരിയായ പ്രമാണങ്ങളുമായി അമ്പിയാക്കളുടെ പാത സ്വീകരിച്ചുകൊണ്ട് സ്വഹാബത്തിന്റെയും താബിയങ്ങളുടെയും അഖീദ എന്താണ് എന്ന് കൃത്യമായി പ്രമാണങ്ങൾ ഉദ്ധരിച്ച് പഠിപ്പിച്ചുകൊണ്ട് സലഫികൾ രംഗത്ത് വന്നത്. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കുകയും ശിർക്കിൽ അകപ്പെട്ടു പോയ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ തൗഹീദിലേക്ക് വെളിച്ചം നൽകുകയും ചെയ്യണമേ. നോക്കൂ, മുസ്ലിയാർ കൊണ്ടുവന്ന അടുത്തൊരു തെളിവിന്റെ കോലം കാണാം. ശരിക്ക് ശ്രദ്ധിക്കണം. അപ്പൊ അവിടെ നിന്ന് എനിക്ക് വേണ്ടി പാപമോചനം തേടണം, അതിനു വേണ്ടിയാണ് നബിയെ ഞാൻ അങ്ങയുടെ അരികിൽ വന്നിരിക്കുന്നത് എന്ന് നബിയെ വിളിച്ച് സഹായം തേടുകയും ചെയ്തു. അപ്പോൾ ഖബറിൽ നിന്ന് ഒരു വിളിയാളം കേൾക്കുകയും ചെയ്തു, അന്നഹു ഖദ് ഉഫിറ ലക, തീർച്ചയായും താങ്കൾക്കിതാ. കണ്ടോ? അപ്പോ നബിയുടെ ഖബറിന്റെ അരികിൽ വന്ന് പാപം പുറത്തു തരാൻ വേണ്ടി ആവശ്യപ്പെട്ടു എന്ന ഒരു കഥ. അങ്ങനെ ഒരു തെളിവായിട്ട് ഒരു സാധനം കൊണ്ടുവരുമ്പോൾ അത് സ്വഹീഹായിട്ട് കൊണ്ടുവരണ്ടേ? സ്വഹീഹായ ഒരു സംഭവം കൊണ്ടുവരണ്ടേ? ഈ സംഭവം സ്വഹീഹല്ല എന്ന് തെളിയിച്ചു. ഇതിന്റെ പല ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ള പല വകഭേദങ്ങൾ നമ്മൾ ഇവിടെ കൊണ്ടുവന്നു. നബി നേരിട്ട് കേൾക്കും എന്ന വിശ്വാസത്തിലുള്ള ചോദ്യവുമല്ല അവർ കൊണ്ടുവന്ന കഥയൊന്നും. അതൊരു ആലങ്കാരികമായ മജാസിയായ അറബി ഭാഷയിൽ അറബികൾക്ക് പരിചയമുള്ള ഒരു പ്രയോഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് നാളെ പരലോകത്ത് റബ്ബിന്റെ അരികിൽ കിട്ടണം. കാരണം ഇതിന്റെ മറ്റു രൂപങ്ങളിലേക്ക് കിടക്കുമ്പോൾ മുസ്തശ്ഫി അംബിക ഇലാ റബ്ബി, താങ്കൾ മുഖേനയുള്ള ശഫാഅത്തിനെ എൻ്റെ റബ്ബിനോട് ചോദിച്ചുകൊണ്ട്, അത് ഞാൻ വ്യക്തമായി ഇവിടെ തെളിയിച്ചു എന്ന കാര്യമാണ്. ഇത് തന്നെയാണ് ഉത്തുബി കഥയിലും ഉള്ളത്.
ഉത്തുബി കഥയും ഞാനിവിടെ ക്ലിയറായി വിശദീകരിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. മനസ്സിലായില്ലേ? ഞാനിവിടെ എന്ത് ചെയ്തിരുന്നു, കൃത്യമായി ഉദ്ധരിച്ചിട്ടുണ്ടായിരുന്നു MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ കൊടുത്ത അർത്ഥം. അപ്പൊ അവരിവിടെ എന്താ നിങ്ങൾ ഇസ്ലാഹിൽ എഴുതിയില്ലേ, KP എഴുതിയില്ലേ എന്നാണ്. KP എഴുതട്ടെ ഇസ്ലാഹിൽ എഴുതട്ടെ, ആരെഴുതിയാലും നിങ്ങൾ ചൊല്ലുന്ന കാര്യമാണല്ലോ. അതിലെന്താ ഉള്ളത്? എന്റെ രക്ഷിതാവിലേക്ക് അങ്ങയെ കൊണ്ട് ഷഫാഅത്ത് തേടുന്നവനുമായി. എത്ര ക്ലിയർ ആണ്! എന്റെ രക്ഷിതാവ്, തേട്ടം രക്ഷിതാവിലേക്കാണ്. മുസ്തഗ്ഫിറൻ ബിക ഇലാ റബ്ബി. ഇവർ അത് മുഹമ്മദ് നബിയോട് തേടുന്നവരായി എന്ന് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഖുർആനായത്തിന് അള്ളാഹുവിനോട് റസൂൽ ഇസ്തിഗ്ഫാർ ചെയ്യണം എന്ന ആയത്തിന് റസൂലു എന്നത് റസൂല എന്ന് ഹറക്കത്ത് മാറ്റിയിട്ട് റസൂലിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം എന്ന് പഠിപ്പിച്ച സുലൈമാൻ സഖാഫിയുടെ ബാക്കിയല്ലേ ഇവർ, ഇവിടെ വന്ന മുസ്ലിയാക്കന്മാരും അല്ലേ? അതുകൊണ്ട് അവരിപ്രകാരം പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇത് ഞാൻ കൃത്യമായിട്ട് കേൾപ്പിച്ചതാണ്, കൃത്യമായി ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അപ്പം നേരിട്ട് വിളിച്ചു തേടാമെന്ന വാദം ഇപ്പോൾ നിങ്ങൾക്കില്ലേ? ഇല്ലെങ്കിൽ അത് തുറന്നു പറയണമെന്ന് പറഞ്ഞപ്പോൾ അതിൽ ഒരു തവസ്സുല്ല നിൽക്കുന്നത് മുഖേനയുള്ള തേട്ടത്തിൽ അനുവദിക്കപ്പെട്ടതും അല്ലാത്തതുമുണ്ട്. അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. അതിൽ ശിർക്കാകുന്നതും അല്ലാത്തതുമുണ്ട്. പക്ഷെ നമ്മളിവിടെ നേരിട്ട് മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ സഹായിക്കുമെന്ന വിശ്വാസത്തിൽ തേടാമോ? അതിൽ ഇവർക്ക് തെളിവ് കൊണ്ടുവരാൻ സാധ്യമല്ല എന്നതിനാണ് ഈ മുഖേനയുള്ള തെളിവുകളുമായി വരുന്നത്. എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നേരിട്ട് എനിക്ക് മഴ തരണേ, എന്റെ പാപം പൊറുക്കണേ എന്നതിന് തെളിവ് കൊണ്ടുവരാൻ പറ്റിയില്ല. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് റസൂലുള്ളാഹിയോട് ഇസ്തിഗാസ ചെയ്യാം എന്നൊരു അധ്യായം സ്വഹീഹ് ബുഖാരിയിൽ ഉണ്ടായില്ല, സ്വഹീഹ് മുസ്ലിം ഉണ്ടായില്ല, ഹദീസ് ഗ്രന്ഥങ്ങൾ ഉണ്ടായില്ല? അപ്പോൾ ഒരു ചോദിക്കുക, ഒരു കാര്യം ദീനാവാൻ ഹദീസ് ഗ്രന്ഥങ്ങൾ തലക്കെട്ട് വേണമെന്നുണ്ടോ? അതല്ല മുസ്ലിയാരെ, ഇത് ഭക്ഷണം കഴിക്കുന്നവർക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു അത് ഇസ്ലാമികമല്ല, അത് ഷിയകൾ പിൽക്കാലത്ത് കൊണ്ടുവന്ന ജൂതായിസമാണ്, യഹൂദിയത്താണ്. അതിനാണ് നിങ്ങൾ ഇവിടെ ചൂട്ടുപിടിച്ചു കൊണ്ടുവരുന്നത്. ഉത്തുബി കഥയിലെ അറാബിയും ആ കഥയിൽ പോലും ഏതു ഭാഷയിൽ എത്രായിരം ആളുകൾ ഒരുമിച്ച് തേടിയാലും അത് നബി കേൾക്കുമെന്നോ ഉത്തരം ചെയ്യുമെന്നോ വിശ്വസിച്ചതായിട്ട് കാണുന്നില്ല എന്ന് ഞാൻ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ മുസ്ലിയാർ പറഞ്ഞ ഇത്തരം ഇസ്തിഗാസയുടെ യഥേഷ്ടം ഉദാഹരണമുണ്ട് എന്ന് പറഞ്ഞ മുസ്ലിയാർ പൂർവികരായ ഇമാമുകൾ 10,000-കണക്കിന് ഹദീസുകളിൽ സുന്നത്തിന്റെ ഗ്രന്ഥങ്ങളിൽ 1000-കണക്കിന് ബാബുകൾ ഉണ്ടായിട്ട് ആരെങ്കിലും മരണപ്പെട്ടവരോട് ഇസ്തിഗാസ നടത്തുന്ന ഒരു അധ്യായം എന്നത് കൊണ്ടുവന്നില്ല എന്നുള്ളത് നിസ്സാര കാര്യമല്ല. അത് എന്ത് എന്ന് ഞാൻ ചോദിച്ചിട്ട് മറുപടി അവസാനം വരെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം. ഇസ്തിശ്ഫാ എന്ന് പറയുമ്പോഴേക്കും അത് അവരോട് പ്രാർത്ഥിക്കലാണ് എന്ന അർത്ഥമാണെങ്കിൽ, ഞാൻ പള്ളി ദർസിലെ ഉംദയുടെ ശറഹ് എടുത്തു വെച്ച് വയസ്തശ്ഫി ഉബിഹി, ആ ഗുഹയിൽ അകപ്പെട്ടു പോയ ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. അവർ കർമ്മത്തോട് ഇസ്തിശ്ഫാ ചെയ്യുന്നു. അവർ അതിന്റെ ശറഹിൽ പറയുന്നത് അവരുടെ അമലു സാലിഹ് മുന്നിൽ വെച്ച് ഓരോരുത്തരും തവസ്സുൽ ചെയ്യുന്നു. ഇസ്തിശ്ഫായിന് തവസ്സുൽ എന്നാണ് അർത്ഥം. അപ്പൊ തവസ്സുലിനെ കുറിച്ച് ഇസ്തിശ്ഫാ എന്ന് ഉപയോഗിച്ച പൂർവ്വ ഗ്രന്ഥങ്ങളിലെ പ്രയോഗങ്ങൾ എടുത്ത് അതിന് ഇസ്തിഗാസ എന്ന കളവായ അർത്ഥം കൊടുത്തിട്ട് മുസ്ലിയാർ എന്ത് ചെയ്യുന്നു? ഇവിടെ തെറ്റായിട്ട് ഇസ്തിഗാസക്ക് തെളിവുണ്ടാക്കുന്നു എന്നുള്ളതാണ്. അവിടെ തവസ്സുലാണ്. അവരെ മുന്നിൽ വെച്ച് റബ്ബിനോടാണ് തേട്ടം. ഇവിടെ മറ്റുള്ളവരെ മുന്നിൽ വെച്ച് റബ്ബിനോട് തേടുമ്പോൾ അതിൽ ശരിയും തെറ്റുമൊക്കെ ഉണ്ട്. അത് വേറെ ചർച്ച ചെയ്യണം. തവസ്സുലിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം, ഇസ്തിഗാസയെ കുറിച്ച് തീരുമാനമാകട്ടെ. അപ്പൊ നേരിട്ടുള്ള ഇസ്തിഗാസക്ക് തെളിവ് ചോദിക്കുമ്പോൾ ഇങ്ങനെയുള്ള തവസ്സുലിന്റെ കാര്യങ്ങളുമായി വന്ന് അതിൽ തന്നെ ദുർബലമായ റിപ്പോർട്ടുകൾ കൊണ്ടുവന്നിട്ടാണ് മുസ്ലിയാക്കന്മാർ ഇവിടെ വരുന്നത്. ഇതിൽ തടിയുരാനായിട്ട് മുസ്ലിയാർ പറഞ്ഞെന്താ അറിയോ? ഒരു പദത്തിന് ഏതൊക്കെ അർത്ഥങ്ങളുണ്ട് എന്ന് ഗവേഷണം നടത്തി കോട്ടിമാട്ടുകയല്ല ചെയ്യേണ്ടത് മുസ്ലിയാർ പറഞ്ഞത്. അത് ശരി, ഇസ്തിശ്ഫായിന് തവസ്സുൽ എന്നുള്ള അർത്ഥം നമ്മൾ പഠിപ്പിക്കണ്ടേ? തവസ്സുലിന്റെ അർത്ഥത്തിൽ വന്ന ഇസ്തിശ്ഫായിനെ നിങ്ങൾ ഇസ്തിഗാസ എന്ന് തെറ്റായി വ്യാഖ്യാനിക്കുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ വാചകം ഞാൻ തിരിച്ചു പറയാണ്. അതിന് ഇസ്തിഗാസ എന്ന അർത്ഥമുണ്ടാകാം, പക്ഷേ ഒരു പദത്തിന് ഏതൊക്കെ അർത്ഥങ്ങളുണ്ട് എന്ന് ഗവേഷണം നടത്തി കോട്ടിമാട്ടുകയല്ല മുസ്ലിയാക്കന്മാരെ നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളാണ് കോട്ടിമാട്ടുന്നത്. നിങ്ങൾ കൂട്ടിമാട്ടിയത് ചൂണ്ടിക്കാട്ടുക മാത്രമാണ് സലഫുകൾ ചെയ്തിട്ടുള്ളത്. അതായത് വ്യത്യസ്ത അർത്ഥമുള്ള ഒരു വാക്യത്തിന് ശരീരത്തിന് യോജിക്കാത്ത അർത്ഥം പറഞ്ഞ് നിങ്ങൾ കബളിപ്പിച്ചത് പിടികൂടെ മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. അത് നിങ്ങളുടെ ഉംദ കിതാബും അതിന്റെ ശറഹും കൊണ്ടുവന്നിട്ട് തന്നെയാണ് ഞാനിവിടെ തെളിയിച്ചത്. ഏതായാലും ഇസ്തിശ്ഫായിന് തവസ്സുലി എന്ന അർത്ഥമുണ്ടെന്നും വൈകിയെങ്കിലും മുസ്ലിയാർ അംഗീകരിച്ചല്ലോ. ഇസ്ലാഹും KPയും അതിന് മറയാവുകയില്ല എന്നാണ് പറയാനുള്ളത്. കാരണം അവർ ഇസ്തിശ്ഫാ അംഗീകരിക്കുന്നവരല്ല. മനസ്സിലായില്ലേ? ഏതായാലും മുസ്തശ്ഫിയൻ ബിക ഇലാ റബ്ബി എന്നതിന് നബി മുഖേനയുള്ള ഷഫാഅത്ത് എൻ്റെ റബ്ബിനോട് തേടിക്കൊണ്ട് എന്ന അർത്ഥമുണ്ടെന്ന് അവസാനം നമ്മുടെ മുസ്ലിയാക്കന്മാർക്ക് സമ്മതിക്കേണ്ടി വന്നു. അവരാകെ ഉരുട്ടിപ്പരട്ടി അവസാനം വരെ വണ്ട് ചെളിയുരുട്ടി കൊണ്ടുപോകുന്നത് പോലെ അവസാനം കൊണ്ടുപോയത് ഈ ഉത്തുബി കഥയാണ്, മുഴുകുടിയനായ ഉത്തുബിയുടെ കഥയാണ് എന്നുള്ളത് നമ്മൾ ശരിക്കും കണ്ടു കഴിഞ്ഞു. മുഴുകുടിയനാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ മുസ്ലിയാർ ഞാൻ എന്തോ വലിയ കുറ്റം ചെയ്ത മാതിരിയാണ് അവതരിപ്പിക്കുന്നത്. അതിൽ പോലും വഖദ് ജിഅ്തുക മുസ്തഗ്ഫിറൻ ലിദംബി മുസ്തശ്ഫിയൻ ബിക ഇലാ
റബ്ബി, നിന്നെ തവസ്സുലാക്കിക്കൊണ്ട് റബ്ബിലേക്ക് ഞാൻ എൻ്റെ പാപങ്ങൾ പൊറുക്കലിനെ തേടിക്കൊണ്ടുവന്നു. പൊറുക്കലിനെ തേടിയത് റബ്ബിനോടാണ്, നബിയോടല്ല എന്ന് ഇവർ കൊണ്ടുവന്ന റിപ്പോർട്ടിൽ ഇബ്നു കസീറിൽ തന്നെ വായിച്ച് ഞാൻ പഠിപ്പിച്ചു കൊടുത്തത്. ഇവിടെ ഈ വചനത്തിലെ ഇസ്തിഗ്ഫാറും ഇസ്തിഗ്ഫാറും രണ്ടും റബ്ബിനോടാണ്. റബ്ബിനോടുള്ള തേട്ടമാണോ നമ്മുടെ തർക്കത്തിലുള്ള വിഷയമെന്ന് ചോദിച്ചപ്പോൾ മുസ്ലിയാർക്ക് ഉത്തരമില്ല. മാത്രവുമല്ല, വലൗ അന്നഹും ഇല്ലലമു എന്ന ആയത്ത് അത് മുനാഫിക്കുകളായ ആളുകൾ ചെയ്ത അതേ തെറ്റ് ചെയ്തവർക്ക്, ജീവിച്ചിരിക്കുന്ന നബിയോട് അവർ തെറ്റ് ചെയ്തു, അത് ജീവിച്ചിരിക്കുന്ന നബിയുടെ അടുത്തൊന്ന് പൊരുത്തപ്പെടിക്കണം. അത് പിൽക്കാലക്കാർക്ക് അത് ബാധകമാകുന്നത് എങ്ങനെയാണ്? ഒരാൾ തെറ്റ് ചെയ്ത് അയാളെ കൊണ്ട് പൊരുത്തപ്പെടിക്കണം എന്നേ വരും. അതുകൊണ്ട് തന്നെ അതിലുള്ള ഹുക്കം എന്താണ്? ഫലിഹാദൽ മഅന വജബ അലൈഹിം അൻ യത്ലുബു മിനർ റസൂലി, മുനാഫിക്കുകളെ സംബന്ധിച്ചിടത്തോളം റസൂലിന്റെ അരികിൽ വന്നിട്ട് ആവശ്യപ്പെടൽ, അൻ യസ്തഗ്ഫിർ ലഹും, അവർക്ക് വേണ്ടി പൊറുക്കപ്പെടാൻ ആവശ്യപ്പെടൽ അവർക്ക് വാജിബായിരുന്നു. ഈ ആയത്തിലെ ഹുക്കുമും ഞാൻ ഇബ്നുൽ അറബിയെ ഉദ്ധരിച്ചുകൊണ്ട് അതിന്റെ ശരിയായ വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. ഇമാം ഖസാലിയെ പോലും ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ട്. മുസ്ലിയാക്കന്മാർ കേൾക്കാത്ത ഭാവം നടിക്കുകയാണ് എന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. കാര്യമായിട്ട് ചോദിച്ചൊരു സംഗതിയാണ്, നബിയോട് എന്റെ പാപം പുറത്തു കിട്ടാൻ വേണ്ടി അങ്ങ് അള്ളാഹുവിനോട് ദുആ ചെയ്യണേ എന്ന് ആവശ്യപ്പെടൽ ശിർക്കാണോ? സമസ്തക്കാരന്റെ ഷിയാക്കളുടെ ബറയൽവികളുടെ വിശ്വാസം അനുസരിച്ച് അത് ശിർക്കാണ്. എവിടെ നിന്നും ഏതു ഭാഷയിൽ എത്രായിരം ആളുകൾ വിളിച്ചാലും മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കേൾക്കാൻ കഴിയും, ഉത്തരം ചെയ്യാൻ കഴിയും എന്ന് വിശ്വസിച്ചാൽ അങ്ങനെ വിളിച്ചിട്ടില്ലെങ്കിൽ പോലും ശിർക്കാണ് മുസ്ലിയാരെ. മനസ്സിലായില്ലേ? ഖബറാളിയെ അടുത്തുനിന്നോ ദൂരെന്നോ വിളിച്ചാൽ കേൾക്കുക എന്ന രീതി അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. യഥേഷ്ടം എവിടെ നിന്ന് എങ്ങനെ വിളിച്ചാലും അവർ കേൾക്കും എന്ന വിശ്വാസം തന്നെ ശിർക്കാണ്. അതുകൊണ്ട് ഖബറിന്റെ അരികിൽ ചെന്ന് തേടിയാലും ശിർക്കു തന്നെ. മനസ്സിലായില്ലേ? ശിർക്കല്ലെന്ന് സമ്മതിച്ചു എന്ന് മുസ്ലിയാർ എന്റെ പറ്റും. ഞാൻ എന്റെ വാദം മുസ്ലിയാരാ പറയേണ്ടത്, മുസ്ലിയാരാ പറയേണ്ടത്. നബിയുടെ മേൽ നാം പറയുന്ന സലാം പോലും അദ്ദേഹം നേരിട്ട് കേൾക്കുന്നില്ല എന്ന് ഹദീസ് വായിച്ച് എത്ര വട്ടം ഞാൻ കേൾപ്പിച്ചു. മിണ്ടാൻ പറ്റുമോ നിങ്ങൾക്ക്? അല്ലെ? എന്തുകൊണ്ടാണ് നബിക്ക് നമ്മൾ ചൊല്ലുന്ന സലാത്ത്, എല്ലാവരുടെയും സലാത്തും സലാമും എത്തിച്ചു കൊടുക്കാൻ അള്ളാഹു മലക്കുകളെ ഏൽപ്പിച്ചത്? ഇന്നലില്ലാഹി മലായിക്കത്തൻ സയ്യാഹിന യുബല്ലിഗൂനി അൻ ഉമ്മത്തി അസ്സലാം. ഉത്തരം പറഞ്ഞ മുസ്ലിയാരെ, നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റിയിട്ടില്ല. ഇനി മുസ്ലിയാക്കന്മാർക്ക് ദുർബലമായ, മനസ്സിലായില്ലേ, കച്ചിത്തുരുമ്പുകളുടെ ഒരു കൂമ്പാരം തന്നെ, ഒരു ഗോഡൌൺ തന്നെ വരെ കയ്യിലുണ്ട്. എവിടൊക്കെ ലൈഫായ ദുർബലമായ റിപ്പോർട്ടുകളുണ്ടോ, എവിടൊക്കെ സലഫികളെ എതിർക്കാൻ വേണ്ടി ഷിയാക്കൾ അവരുടെ കിതാബുകൾ, ഷിയകൾ അവരുടെ കിതാബുകളിൽ സലഫികളുടെ കിതാബുകളിൽ നിന്ന് ചില വാചകങ്ങൾ എടുത്ത് കോട്ടിമാട്ടാറുണ്ട്. അതൊക്കെ ഈ മുസ്ലിയാക്കന്മാർ തന്നെ തെരഞ്ഞു പിടിച്ചു കൊണ്ടുവരും. മനസ്സിലായില്ലേ? ചവറു കൂമ്പാരത്തിൽ തെരഞ്ഞ് തെളിവ് കൊണ്ടുവരുന്ന രീതിയാണ് മുസ്ലിയാർക്കുള്ളത്. നോക്കൂ, മുസ്ലിയാർ പറയുന്ന മറ്റൊരു കാര്യങ്ങൾ ശ്രദ്ധിക്കും. മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി ഈ സംഭവം കൊണ്ടുവരുന്നത് ഇത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്തിന്റെ ഭാഗമാണ്. ഇത് ഖുലഫാഉ റാഷിദീങ്ങളുടെ കണ്ടോ, മുസ്ലിയാർ കൊണ്ടുവന്ന ഒരു തെളിവാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു മരിക്കാൻ നേരത്ത് എൻ്റെ ഖബറിനെ ഹബീബിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുത്തിൽ കൊണ്ടുപോയിട്ട് എന്താണ് സമ്മതം ചോദിക്കണമെന്ന് പറഞ്ഞു പോലും മരിച്ചുപോയ നബീന്റെ അടുത്ത്. എന്നിട്ട് നബിയോട് സഹായം ചോദിച്ചു. അങ്ങനെ നബി സമ്മതം കൊടുത്തപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അവിടെ മറമാടിയത്. പച്ചക്കളവാണ് ഈ കഥ. ഇത് റിപ്പോർട്ട് ചെയ്ത ആള് തന്നെ അത് ദുർബലമാണ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ വിശദീകരിച്ചു. ഞാൻ ദുർബലതകൾ പറയുമ്പോൾ, കൊണ്ടുവരുന്ന റിപ്പോർട്ടിന്റെ ന്യൂനതകൾ പറയുമ്പോൾ മുസ്ലിയാക്കന്മാർ അത് തൊടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, യഥാർത്ഥത്തിൽ ഈ സംഭവത്തിൽ നമ്മൾ തർക്ക വിഷയവുമായിട്ട് എന്താ ബന്ധമുള്ളത്? അത് അബൂബക്കർ സിദ്ദീഖിന്റെ കറാമത്തിൽപ്പെട്ടതാണത്രേ. അപ്പൊ പിന്നെ മുഹമ്മദ് നബിയോട് ഇസ്തിഗാസ നടത്തി എന്ന് തെളിയിക്കാനായിരുന്നില്ലേ മുസ്ലിയാർ നിങ്ങൾ ഈ അബൂബക്കർ സിദ്ദീഖിന്റെ കഥ കൊണ്ടുവന്നത്? എന്നിട്ട് അത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ അബൂബക്കർ സിദ്ദീഖിനോട് ചോദിക്കാമെന്നാണെങ്കിൽ അബൂബക്കർ സിദ്ദീഖിനോട് ചോദിച്ച ഒരു വിഷയമല്ലേ നിങ്ങൾ കൊണ്ടുവരേണ്ടത്? ഇവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മയ്യത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അരികിൽ കൊണ്ടുവന്ന് സമ്മതം ചോദിച്ചപ്പം നബിയോടല്ലേ മുസ്ലിയാരെ ചോദിച്ചത്? അപ്പൊ കറാമത്ത് കൊണ്ട് സഹായിക്കാം എന്നുള്ളതിന് ഇങ്ങനെയാണോ ഒരു കഥ നിങ്ങൾ കൊണ്ടുവരേണ്ടത്? നിങ്ങൾ ഒരു സംഗതി കൊണ്ടുവരുമ്പോൾ അതിൽ എന്താ ഉള്ളത്, അതിൽ നിങ്ങൾ എന്താണ് തെളിവ് പിടിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇത് പോലും തിരിച്ചറിയാൻ നിലവാരമില്ലാത്ത മുസ്ലിയാരുട്ടിയോടായി പോയല്ലോ നമ്മൾ സംസാരിച്ചത് എന്നൊരു സങ്കടം നമുക്കുണ്ട്. അവരെത്രമാത്രം ഉഡായിപ്പുകളും അനാവശ്യമായ ചർച്ചകളുമാണ് ഇതിനിടയിൽ കൊണ്ടുവന്നത് എന്നത് തന്നെ അവരുടെ നിലവാര തകർച്ച തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. എന്നാലും ഈ സംവാദം അതിന്റെ അവസാനം വരെ എത്തണമെന്നുള്ള നിലക്കാണ് നമ്മൾ അങ്ങേയറ്റത്തെ സംയമനത്തോടു കൂടി ഇതുവരെയും വന്നിട്ടുള്ളത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അബൂബക്കറിന്റെ കറാമത്ത് കൊണ്ട് അബൂബക്കർ തന്നെ അബൂബക്കറിനെ സഹായിച്ചു. എന്താ മുസ്ലിയാർ വിവരക്കേട് പറയുന്നത്? ഇതാണ് മുസ്ലിയാക്കന്മാർ കൊണ്ടുവരുന്ന തെളിവിന്റെ ശൈലി. ഇനി മുസ്ലിയാർ വീണ്ടും ആദ്യം പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. നിങ്ങളൊന്ന് കേൾക്കുക. മുസ്ലിയാർ പറയുന്ന കാര്യം എന്താണ്? ഇമാം നവവിയെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന അടുത്ത ഉഡായിപ്പ് നേരത്തെ പറഞ്ഞ വിശദീകരണങ്ങൾ തുടർച്ച തന്നെയാണ്. ഷഫാഅത്ത് തേടുന്നത് ഷിർക്കാണോ അല്ലേ? ഇതിലൊക്കെ ഉള്ളത് ഷഫാഅത്താണ്. ഇമാം ഖുർത്തുബി ഉദ്ധരിക്കുന്ന സംഭവമാകട്ടെ, മഹാനായ ഇമാം നവവി റഹിമഹുല്ലാഹ് കൊണ്ടുവരുന്നതാകട്ടെ, അള്ളാന്റെ റസൂലിനോട് നേർക്കുനേരെ ഷഫാഅത്ത് ചോദിക്കുകയാണ്. അതാണ് മഹാനായ ഇമാം നവവി റഹിമഹുല്ലാഹയുടെ ഇബാറത്തിലുള്ളത്. വയതവസ്സലു ബിഹി ഫി ഹഖ്ഖി നഫ്സിഹി വയതശഫഉ ബിഹി ഇലാ റബ്ബിഹി സുബ്ഹാനഹു വതആല.
കണ്ടോ, ഈ ഷഫാഅത്ത് തേടുന്നത് ശിർക്കാണോ? അല്ല ബിഹി കണ്ടോ, ഇലാ റബ്ബിഹി സുബ്ഹാനഹു വതആല. റബ്ബിനോടാണ് മുസ്ലിയാരെ, നിങ്ങൾ കളവായ അർത്ഥമാണ് പറയുന്നത്, റബ്ബിനോടാണ് തേടുന്നത് എന്ന് നമ്മൾ വ്യക്തമായി തെളിയിച്ചു. ഞാൻ എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ അർത്ഥം വരെ അവിടെ കൊണ്ടുപോയിട്ടു. മനസ്സിലായില്ലേ? നിങ്ങൾ അതിന് അർത്ഥം പറയുന്നത് തിരിച്ചാണ്. മുഹമ്മദ് നബിയോട് ഷഫാഅത്തിന് തേടുന്നു. നിങ്ങളുടെ വാദങ്ങൾ, നിങ്ങൾ കൊടുത്ത അർത്ഥമെടുത്ത് ഖണ്ഡിക്കുന്ന സലഫികളുടെ ലേഖനങ്ങളിലും അത് വന്നിട്ടുണ്ട്. നിങ്ങളല്ലാത്ത എല്ലാവർക്കും ആ കാര്യം എങ്ങനെ വന്നു എന്നുള്ളത് മനസ്സിലായിട്ടുമുണ്ട് എന്നുള്ളത് വളരെ ശരിയാണ്. അപ്പോൾ അത് ശിർക്കാണെന്ന് വെച്ചാൽ നിങ്ങളുടെ തേട്ടം ശിർക്കാണ്. നിങ്ങൾ കൊണ്ടുവന്ന കിതാബിലുള്ളത് ശിർക്കല്ല, കാരണം അവർക്ക് ആ വിശ്വാസമില്ല, നിങ്ങൾക്ക് ആ വിശ്വാസമുണ്ട്. വിശ്വാസമില്ലെങ്കിൽ തുറന്നു പറ. എവിടുന്ന് ഏതൊരാൾ എത്രായിരം ആ ഭാഷകളിൽ വിളിച്ചാലും അത് കേൾക്കും, അത് ഉത്തരം ചെയ്യും എന്ന വിശ്വാസം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങളത് തുറന്നു പറ. നിങ്ങൾ കൊണ്ടുവന്ന ഇമാമുകൾക്കൊന്നും ആ വിശ്വാസമല്ല. ആ വിശ്വാസം ഉണ്ടെങ്കിൽ ഇല്ല എന്നുള്ളത് ഞാനിവിടെ പലതവണ പല ഇമാമിങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യക്ക് മുമ്പ് തന്നെയുള്ള ഇമാമുകളെ ഉദ്ധരിച്ചുകൊണ്ട് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇവിടെ വാദം മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ സഹായിക്കുമെന്നുള്ളതിന് ഞങ്ങൾ ഇഷ്ടം പോലെ തെളിവ് കൊണ്ടുവരുന്നല്ലേ മുസ്ലിയാർ പറഞ്ഞത്. ഇവർ കൊണ്ടുവന്ന ഈ കള്ളക്കഥകളിലൊന്നും മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ സഹായിക്കുക എന്ന വിഷയം ഇല്ല. അതാരും ചർച്ച ചെയ്തിട്ടും ഇല്ല. ദാറു തക്ലീഫിൽ മാത്രമേ മുഅ്ജിസത്ത് കറാമത്ത് ഉണ്ടാവുകയുള്ളൂ എന്ന് ഞാൻ വാദിച്ചതിനെ ഖണ്ഡിക്കാനും ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. നോക്കൂ നിങ്ങൾ, ഇമാമിന്റെ ഇബാദത്തിൽ എന്താ ഉള്ളത്? വഫാത്തിന് ശേഷം കറാമത്തും മൂജിസത്തും ഇല്ല എന്ന, മൂജിസത്ത് പാടെ നശിച്ചു പോയി എന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൂജിസത്ത് കൈവിരലിൽ കൂടി വെള്ളം കൊടുത്തിട്ടുണ്ട്, ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തു, അങ്ങനെ ഒരുപാട് മൂജിസത്ത് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. നബിയുടെ കാലത്ത് ഒരുപാട് മൂജിസത്തുകൾ ഉണ്ടായിട്ടുണ്ട്. മുസ്ലിയാർ ചോദിച്ചെന്താ അതൊക്കെ നശിച്ചു പോയിന്ന? നബവിയുടെ ഇബാറത്ത് മുസ്ലിയാർ കണ്ടിട്ടില്ല. അതിൽ അങ്ങനെ തന്നെയാ ഉള്ളത്. ഇമാം നബവി മാത്രമല്ല, ഞാൻ ഇത്തവണ അതേ ഉദ്ധരണി, ഇമാം നബവി റഹ്മത്തുള്ളാഹിയുടെ അതേ ഉദ്ധരണി ഇമാം സുയൂത്തി അദ്ദേഹത്തിന്റെ 2 ഗ്രന്ഥങ്ങളിൽ, സഹീഹ് മുസ്ലിമിന്റെ ശറഹിലും അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം അൽ ഇത്ഖാൻ ഫി ഉലൂമിൽ ഖുർആൻ അതിൽ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അതേ പ്രകാരം തന്നെ എന്താണ് അദ്ദേഹം ഷർഹു മുസ്ലിമിന്റെ അദ്ദേഹത്തിന്റെ സുയൂത്തിയുടെ ഷർഹു സുയൂത്തി അലാ മുസ്ലിം അതിന്റെ 174 കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് തന്നെ ഫത്തുഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് അതിന്റെ 9-7 കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും കൊണ്ടുവന്നത് മുഅ്ജിസത്ത് മരണത്തോടു കൂടി അവസാനിച്ച. മുസ്ലിയാർ ചോദിച്ചെന്താ ഇത് മുസ്ലിയാരുടെ ചോദ്യം നിങ്ങൾ ഒന്നുകൂടി കേൾക്കുക. എന്നിട്ട് ഞാൻ എന്താണ് ഇമാം നബവി പറഞ്ഞത്, എന്താണ് ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞത്, എന്താണ് സുയൂത്തി പറഞ്ഞത്, ഞാനത് വായിച്ച് കേൾപ്പിക്കാം. മുസ്ലിയാർ ഉരുണ്ടു പറയുന്നത് നിങ്ങളൊന്നൊരു കണ്ടോളൂ. ഇമാമിന്റെ ഇബാദത്തിൽ എന്താ ഉള്ളത്? വഫാത്തിന് ശേഷം കറാമത്തും മൂജിസത്തും ഇല്ല എന്ന. അതെ, വഫാത്തിന് ശേഷം മുഅ്ജിസത്തും കറാമത്തും ഇല്ല എന്നാണോ നബവിയുടെ ഉദ്ധരണിയിലുള്ളത്? അങ്ങനെ തന്നെയുള്ളത്. അതാ കേട്ടോ, ഇമാം നബവിയുടെ ഉദ്ധരണി ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ആദ്യം മുഅ്ജിസത്തിനെ പറ്റി അദ്ദേഹം എഴുതിയ ഭാഗങ്ങൾ കാണുക. എന്താണ്? അന്ന മുഅ്ജിസാത്തൽ അംബിയാഇ ഇൻഖറലത് ബിൻഖിറാലി അഅ്സാരിഹിം. ശരിക്കും ശ്രദ്ധിച്ചോളാം ശ്രോതാക്കൾ. അംബിയാക്കളുടെ മുഅ്ജിസത്തുകൾ അവരുടെ കാലഘട്ടം കഴിഞ്ഞതോടെ കഴിഞ്ഞുപോയി. അങ്ങനെ തന്നെയുള്ളത്. നിങ്ങൾ ഞാൻ വായിച്ച ഉദ്ധരണി കണ്ടിട്ടില്ല, വായിച്ചു നോക്കിയിട്ടില്ല, അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല, തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലും ഒരു വാചകം പറഞ്ഞു. അതാണ് മുസ്ലിയാരെ മുഖാമുഖം വന്നുള്ള കുഴപ്പം. വെറുതെ അല്ല ഒളിച്ചോടാൻ ഓരോ ഉഡായിപ്പുകൾ കാണിച്ച് അവസാനം ബഹളം വെച്ച് ഈ വെള്ളം കലക്കിയിട്ട് മീൻ പിടിക്കാൻ നോക്കുന്ന പരിപാടി ഉണ്ടല്ലോ. പക്ഷെ ഞങ്ങളത് അനുവദിച്ചിട്ടില്ല. നിങ്ങൾ എന്ത് ഉഡായിപ്പുകൾ കാണിച്ചാലും കൃത്യമായിട്ട് നിങ്ങളുടെ തനി നിലവാരം ഞങ്ങൾ കാണിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് പറഞ്ഞു, വലം യുശാഹിദ്ഹാ ഇല്ലാ മൻ ഹളറഹാ. അവിടെ ഹാജരുണ്ടായിരുന്നവരല്ലാതെ നബിയുടെ മുഅ്ജിസത്തുകൾ കണ്ടിട്ടില്ല. ബി ഹദറത്തിഹി, നബിയുടെ സാന്നിധ്യത്തിൽ. അപ്പൊ നബിയുടെ സാന്നിധ്യത്തിൽ, നബി അസാന്നിധ്യമായി മരണപ്പെട്ടതിന് ശേഷം അതില്ല എന്നാ മുസ്ലിയാരെ. വ മുഅ്ജിസത്തു നബിയിന അൽ ഖുർആൻ. എന്നാൽ നബിയുടെ മുഅ്ജിസത്തായിട്ടുള്ള ഖുർആൻ ഉണ്ടല്ലോ, അൽ മുസ്തമിറു ഇലാ യൗമിൽ ഖിയാമ, അത് ഖിയാമത്ത് നാൾ വരെ തുടരും. എന്നിട്ട് പറയാം മുസ്ലിയാർ എന്ത്? അപ്പൊ തന്നെ മൗലവി പറഞ്ഞത് തെറ്റിയില്ലേ, ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. ഖിയാമത്ത് നാൾ വരെ പുതിയ ഖുർആൻ വരും എന്നല്ല മുസ്ലിയാരെ. വന്ന ഖുർആൻ അതിന്റെ ഭാഷാപരമായ പ്രത്യേകതകളും ഗൈബിയാത്തായ കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ള വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഖുർആൻ പ്രവചനങ്ങളുണ്ടല്ലോ, അത്തരം കാര്യങ്ങളൊക്കെ ഒരു വെല്ലുവിളിയായിട്ട് അതുപോലൊന്നും ആർക്കും കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ള നിലക്ക് അവസാന കാലഘട്ടം വരെ നിലനിൽക്കും. അല്ലാതെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷവും പിന്നെയും ഖുർആനിൽ ആയത്തുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് മുസ്ലിയാക്കന്മാരുടെ വാദം. ദീന് പൂർത്തിയാകാത്തത് കൊണ്ട് പുതിയ ദീന് കൊണ്ടുവരുന്ന, നബിദിനം കൊണ്ടുവരുന്നു, ജന്മദിനാഘോഷങ്ങൾ കൊണ്ടുവരുന്നു, ചാവടിയന്തരങ്ങൾ കൊണ്ടുവരുന്നു, ഖബർ കെട്ടിപ്പൊക്കുന്ന ഏർപ്പാട് കൊണ്ടുവരുന്നു, യഹൂദ ക്രൈസ്തവരുടെ ആഘോഷങ്ങളെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായി പിന്തുടർന്ന് നിങ്ങൾ കൊണ്ടുവരുന്നത്. നിങ്ങൾക്കാണ് ഖുർആൻ മതിയാകാത്തത്. ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും ദീന് മതിയാകാഞ്ഞിട്ട് അതൊന്നുമല്ല, ദീന് പിൽക്കാലത്തും ദീന് കൊണ്ടുവന്നാൽ അത് ബിദ്അത്താവുകയില്ല എന്ന് പാമരന്മാരെ കബളിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന നിങ്ങളാണ്. ഞങ്ങൾ സലഫികളുടെ കാലത്തോളം അതത്ര എളുപ്പമാവുകയില്ല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇമാം നബവി അങ്ങനെ തന്നെയാണ് പറഞ്ഞത്.
ഇമാം നബവി റഹിമഹുല്ല പിന്നെ മുഅ്ജിസത്തും കറാമത്തും മരണത്തോടുകൂടി അവസാനിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? മുസ്ലിയാർ ചോദിക്കുന്നത് നിങ്ങൾ ഒന്നുകൂടി കേൾക്കും. ഇമാമിന്റെ ഇബാദത്തിൽ എന്താ ഉള്ളത്? വഫാത്തിന് ശേഷം കറാമത്തും മുഅ്ജിസത്തും ഇല്ല എന്ന, മുഅ്ജിസത്ത് പാടെ നശിച്ചുപോയി എന്ന. അതെ, മുഅ്ജിസത്ത് അവസാനിച്ചു തന്നെയാണുള്ളത്, കറാമത്തില്ല. എനിക്ക് കേട്ടോ, ബുസ്താൻ ലാരിഫിനിൽ ഇമാം നബി പറയാണ്, വലാ ബുദ്ദ മിൻ അൻ തകൂനൽ കറാമത്തു ഫിഅലൻ നാഖിനൻ ലിൽ ആദത്തി ഫി അയ്യാമിത് തക്ലീഫ്. പതിവിനെതിരായിട്ടുള്ള സംഭവങ്ങൾ എന്ന നിലക്കുള്ള കറാമത്ത് ഉണ്ടാകൽ അയ്യാമുത്ത തക്ലീഫിലായിരിക്കുക എന്നത് നിർബന്ധമാണ്. ഒരു കറാമത്ത് അയ്യാമുത്ത തക്ലീഫിലാകണം എന്നത് നിർബന്ധമാണ്. അപ്പൊ ഭൗതിക ലോകത്ത് ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമാകണം കറാമത്ത്, അതിനെ കറാമത്ത് എന്ന് പറയാൻ പറ്റുകയുള്ളൂ എന്നത് നിർബന്ധമാണ്. നമ്മുടെ വിഷയം മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ അംബിയ ഔലിയാക്കൾ സഹായിക്കും എന്നതിന് തെളിവ് നിങ്ങൾ കൊണ്ടുവരും. അത് ദുനിയാവിൽ അവസാനിച്ചു എന്ന് തന്നെയാണ് ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞത്. നവവിക്ക് പുറമെ ഞാൻ ഒരുപാട് ഇമാമുകളെയും ഉദ്ധരിച്ച കാര്യം ഇവിടെ എടുത്തു പറയാൻ വേണ്ടി ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ ഇതിൻ്റെയൊക്കെ മറ്റു ഉദ്ധരണികൾ ഇതേ വിഷയം, ഈ നബവി പറഞ്ഞ ഇതേ കാര്യം ഇബ്നു അസ്ഖലാനി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, സുയൂത്തി 2 സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇവിടെ എടുത്തു കൊടുത്തു എന്നതും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം. ഇനി മുസ്ലിയാർ കൊണ്ടുവന്ന ഉത്തുബി, മുസ്ലിയാർ ആകെ ബേജാറായതും വെള്ളം കുടിച്ചതും ഒരുപാട് സമയം വട്ടം കറങ്ങിയതും ന്യായീകരിക്കാൻ എങ്ങനെ ശ്രമിച്ചിട്ടും നടക്കാതെ പോയതും ഇബ്നു ഖല്ലിക്കാൻ അദ്ദേഹത്തിന്റെ വഫയാത്തുൽ അയാനിൽ വകാന മുസ്തഖ്തിറൻ ബിശ്ശറാബി, മനസ്സിലായില്ലേ? മുസ്ലിയാരെ കൊടുത്തപ്പോൾ ലാം ഇടാൻ വിട്ടു, എഴുതിയപ്പം ടൈപ്പ് ചെയ്തപ്പോൾ വിട്ടുപോയതായിരിക്കും. കാന മുസ്തഖ്തിറൻ ബിശ്ശറാബി, ഞാനത് മുകളിൽ കൊടുത്തിട്ടുണ്ട്. എന്ത് മുഴുകുടിയനാണ്. മുസ്ലിയാർ ജ്യൂസ് കുടിയനാക്കാൻ പറ്റുമോ എന്നൊരു ശ്രമം നടത്തി നോക്കി. ഞാൻ അതിൻ്റെ ഡിക്ഷണറികൾ കൊണ്ടുവന്ന അർത്ഥം ശരിക്കും ഞാൻ വിശദീകരിച്ചു. അതേപോലെ തന്നെ മുഴുകുടിയനാണ് എന്ന് തെളിയിച്ചു. മുഴുകുടിയൻ മൂപ്പരിൽ നിന്ന് പലരും ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കള്ളുടിയന്മാരെന്ന് മാത്രമല്ല, നിരീശ്വരവാദികളിൽ നിന്ന്, സിന്ദീഖുകളിൽ നിന്ന് പോലും പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ഷിയാക്കളൊക്കെ അവിടെ ഇവിടെ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളത്, അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് ചിലപ്പോൾ ചില കാരണങ്ങളാൽ സലഫികളുടെ ഗ്രന്ഥങ്ങൾ വന്നിട്ടുണ്ടാവും. തെളിവ് പിടിക്കാൻ ആരും സലഫികൾ ഈ ജാതി കൊണ്ടുവരൂല. അത് നിങ്ങൾ പിടിക്കണ്ട. നിങ്ങൾ കൊണ്ടുവന്ന ഒരു കിതാബിലും നബിയെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ, മനമ്പത്തടിഞ്ഞ് ബീവിയെ സഹായിക്കണേ, കുപ്പസ്വാമി ഒച്ചുറുപ്പാപ്പ കാക്കണേ, മമ്പ്രന്നങ്ങളെ സഹായിക്കണേ, ഭീമാപ്പള്ളി ഉമ്മ നോക്കണേ, മനമ്പത്തടിഞ്ഞ് ബീവിയെ കാക്കണേ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഈ സംഭവം തെളിവായി കൊണ്ടുവന്നിട്ടില്ല. നിങ്ങൾ കൊണ്ടുവന്നിട്ട് ഇസ്തിഗാസ ചെയ്യുന്നത് കാണിക്കാൻ എത്ര വട്ടം പറഞ്ഞു ഏതെങ്കിലും ഒരു കിതാബിൽ? നിങ്ങൾ അത് ഇസ്തിഗാസയാണ് എന്ന് പറഞ്ഞ് ദുർവ്യാഖ്യാനിക്കുന്നു എന്ന് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഇസ്തിഗാസ തേടൽ ഒരു പുണ്യകർമ്മമാണ് എന്ന് പഠിപ്പിച്ചിട്ടില്ല പിൽക്കാലക്കാരായ സൂഫികളും പിഴച്ചവരും പിഴച്ച കക്ഷികളിൽപ്പെട്ടവരും അല്ലാതെ ഈ പരിപാടി നടത്തിയിട്ടില്ല എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചു. ഇനി ഞാൻ ചുരുക്കാണ്. ഇനി ചർച്ചയുടെ ഒരു ഘട്ടത്തിൽ ശരിയായ വാദം മുസ്ലിയാർ സമ്മതിക്കുന്നുണ്ട്, അതൊന്ന് കേൾക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖ് കൊണ്ട് നമ്മുടെ സംവാദം പകുതിയിലധികമായി, അഥവാ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് അടുത്തിരിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് നമ്മുടെ വാദം തന്നെ, നമ്മുടെ വിഷയത്തിന്റെ മർമ്മം എന്നത് ഇസ്തിഗാസയായിരുന്നു. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടദാസർ സ്വാലിഹീങ്ങൾ അംബിയ ഔലിയാക്കളോട് അള്ളാഹു അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന കഴിവ് കൊണ്ട് അവർ നമ്മെ സഹായിക്കുമെന്ന വിശ്വാസത്തിൽ അവരോടുള്ള സഹായ തേട്ടം, അതിവിടെ ശിർക്കാണെന്ന വലിയ അപകടം പിടിച്ച വാദവുമായിട്ടാണ് ഇവിടെയുള്ള മുജാഹിദുകൾ. നോക്കണേ, അള്ളാഹുവിനോട് നടത്തേണ്ട ഇസ്തിഗാസ സൃഷ്ടികളോട് നടത്താം എന്നൊരാൾ വിശ്വസിച്ചാൽ അത് ശിർക്കാണ് എന്ന് പഠിപ്പിച്ചുമ്പോൾ അപകടം പിടിച്ച വാദം. ഈ മുസ്ലിയാർ അബൂജഹലിന് വേണ്ടിയിട്ട് സംഭവം നടത്താൻ വന്നതാ? ഇബിലീസിന് വേണ്ടി സംഭവം നടത്താൻ വന്നതാ? അല്ലെ? പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നുള്ളത് ഇബിലീസിന്റെ വാദമാണ് എന്ന് എഴുതി വെക്കാൻ നാണമില്ലാത്ത മുസ്ലിയാക്കന്മാരുടെ പിൻഗാമികളായിരുന്നു ഇവരെന്നുള്ളത് നിങ്ങൾ ഓർക്കണം. അപ്പൊ ഇവർക്ക് വാദം അറിയാഞ്ഞിട്ടല്ല, ഇസ്തിഗാസയാണ് ചർച്ച എന്ന് ഇവർക്കറിയാം. എന്നിട്ടും തവസ്സുലുമായിട്ട് വന്നു. കണ്ടില്ലേ നിങ്ങൾ? ഇവർക്കറിയാം. അപ്പൊ ഇവരെ സംബന്ധിച്ച് അറിഞ്ഞിട്ടും ഇവരെന്താണ്, അവരതിൽ നിന്ന് പിന്മാറിപ്പോയ ഒരു കാഴ്ചയാണ്. എവിടുന്ന് വിളിച്ചാലും കേൾക്കുമെന്ന കളവല്ലേ ഇവർ പഠിപ്പിച്ചത്? എവിടുന്ന് വിളിച്ചാലും കേൾക്കുമെങ്കിൽ പിന്നെന്തിനാ മുഹമ്മദ് നബി എന്നെ വിളിച്ചിട്ട് കാര്യമില്ല എന്ന് പഠിപ്പിച്ചത്? മുനാഫിക്കുകളുടെ പ്രശ്നവുമായി വന്നപ്പോൾ എന്നോട് ഇസ്തിഗാസ ചെയ്യേണ്ടെന്ന് പഠിപ്പിച്ചത്? നരകമോചനം എന്നോട് ചോദിക്കേണ്ടെന്ന് ഫാത്തിമ ബിബിയോട് പറഞ്ഞെന്തിനാ? മരണപ്പെട്ടതിന് ശേഷം ഈ ലോകത്ത് നടക്കുന്ന ഒരു ബിദ്അത്തുകളും നബി മനസ്സിലാക്കിയിട്ടില്ല. ഇന്നക ലാ തദ്രീ മാ അഹ്ദസൂ ബഅദക്. തൊട്ടിട്ടില്ല മുസ്ലിയാക്കന്മാർ. രണ്ടാളും മാറി മാറി പണിയെടുത്ത് നോക്കിയിട്ടും തൊടാൻ പറ്റിയിട്ടില്ല. മനസ്സിലായില്ലേ? മരണശേഷം ഇവിടെ അദ്ദേഹത്തിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ ചെയ്തു കൂട്ടിയ ബിദ്അത്തുകൾ ഇന്നക ലാ തദ്രീ മാ അഹ്ദസൂ ബഅദക, നബി ഇതൊക്കെ അറിയും കേൾക്കുമെന്നാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എന്ന് ഞാൻ ചോദിച്ചതിന് ഉത്തരല്ല. മുസ്ലിയാക്കന്മാർ പിന്നെയും അവരുടെ കളവ് തൊള്ളു, അവരുടെ എല്ലാ കാര്യത്തിലും തെളിവ് തൊള്ളയാണ്. പിന്നെ കുറെ ദുർബലമായ കഥകൾ നിങ്ങൾ നോക്കൂ. മുസ്ലിയാർ പറഞ്ഞത് എന്താണ്? ഈ മുസ്ലിയാക്കന്മാരുടെ ദുർവ്യാഖ്യാനം എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അവർ പറയുന്ന ഓരോ കാര്യത്തിലും സ്വന്തം തൊള്ള കൊണ്ട് ഇങ്ങനെ വിളിച്ചു പറയാന്നല്ലാതെ ഒരു പ്രമാണം ഉദ്ധരിക്കാൻ അവരെ കൊണ്ട് സാധിക്കുമോ?
ഒരിക്കലെങ്കിലും സാധിക്കുമോ? സാധിക്കില്ല. അള്ളാഹു അവർക്ക് നൽകുന്ന കഴിവല്ലേ? അള്ളാഹു നൽകുന്ന കഴിവ് കൊണ്ട് എന്തുകൊണ്ട് മഹാന്മാർക്ക് അങ്ങനെ വിദൂരത്തുനിന്ന് എവിടെ നിന്ന് വിളിച്ചാലും അവർ കേൾക്കാൻ? മുസ്ലിയാരെ അങ്ങനെ കഴിവ് കൊടുക്കൂലാന്ന്. അള്ളാഹു കൊടുക്കുന്ന കഴിവ് കൊണ്ട് എന്ന് ചോദിച്ചാൽ മുസ്ലിങ്ങളൊന്ന് ചോദിക്കുക, അള്ളാഹു നൽകുന്ന കഴിവ് കൊണ്ട് ഇപ്പൊ ക്രിസ്ത്യാനി ഒന്ന് ചോദിക്കുക, ഈസാ നബിക്ക് എന്തേ നമ്മൾ പ്രാർത്ഥിച്ച ഉത്തരം തന്നൂടെ എന്ന് ചോദിച്ചാൽ എന്താ അതിന് ഉത്തരം പറയാം? ഖുർആൻ പറഞ്ഞു കൊടുക്കൂലാന്ന് മുസ്ലിയാരെ. ഖുലിദൂല്ലദീന സഅംതും മിൻ ദൂനി ഫലാ യംലികൂന കശ്ഫൽ അൻകും വലാ തഹ്വീല. മനസ്സിലായില്ലേ? ദുരിതം നീക്കാൻ കഴിയില്ല. അള്ളാഹ് അങ്ങനെ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും കഴിവ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ലാന്ന്. വിഗ്രഹങ്ങളെ കുറിച്ചല്ല ഈ ആയത്ത്. സൂറത്തുൽ ഇസ്രായിൽ 56, 57 ആയത്തുകൾ ഒരുപക്ഷെ ഞാൻ ഈ സംവാദത്തിൽ ഏറ്റവും കൂടുതൽ തവണ ഓതിയിട്ടുള്ള ആയത്താണ്. ഇമാം റാസി അവരെ ഞാൻ ഉദ്ധരിച്ചു. ഒരിക്കലെങ്കിലും ആ ആയത്ത് തൊടാൻ നിങ്ങൾക്ക് സാധിച്ചോ? നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. നിങ്ങൾക്കൊരിക്കലും അത് സാധിച്ചില്ല. പിന്നെ ഇബ്നു തൈമിയെ കുറിച്ച് നുണ പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ പറ്റുമെന്നില്ല. അതൊന്നും കേൾക്കാം നമ്മൾ. ഹിജ്റ 17 നടന്ന ധാരാളം സംഭവങ്ങൾ ഉണ്ട് എന്ന് ഇബ്നു തൈമിയ സാക്ഷ്യപ്പെടുത്തുകയാണ്. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കീഴിലുള്ള മഹാന്മാരോടും സഹായം ചോദിക്കുകയും അവർക്ക് ഉത്തരം ലഭിക്കുകയും ചെയ്ത ധാരാളം സംഭവങ്ങൾ ഉണ്ട് എന്ന് സാക്ഷാൽ. അപ്പോൾ ഇബ്നു തൈമിയയുടെ പേരിൽ നുണയാണ് പറഞ്ഞത്. ആ വിഷയം കൊണ്ടുവന്ന് ഓരോന്നും പൊളിച്ചെടുക്കും. ഇഖ്തിലാസ് സിറാത്തുൽ മുസ്തഖീമിൽ ശരിയാണ്, മുഅ്ജിസത്തുകൾ, കറാമത്തുകൾ, പല കാലഘട്ടങ്ങൾ സംഭവിച്ച കറാമത്തുകൾ അത് സൂചിപ്പിച്ചു. ചിലപ്പോൾ അവിശ്വാസികളായ ആളുകൾക്ക് പോലും പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ ഉത്തരം കിട്ടുമെന്ന കാര്യം പറഞ്ഞു. ഉത്തരം കിട്ടുക എന്നുള്ള സാങ്കേതികമായ ഒരു ഭാഷ മാത്രമാണ്, അല്ലാതെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കാൻ കഴിവുണ്ടായതുകൊണ്ട് ഉത്തരം കിട്ടിയെന്നല്ല. എന്നിട്ട് അതിന്റെ തൊട്ടു താഴെ ആ ഭാഗം മുസ്ലിയാക്കന്മാർ വായിക്കൂല. ഇയാൾ ട്രാൻസ്ലേഷൻ കൊടുത്തപ്പോഴും അത് മുറിച്ചു മാറ്റി. ഇയാൾ ട്രാൻസ്ലേഷൻ കൊടുത്തപ്പോഴും ആ ഭാഗം പറഞ്ഞില്ലെന്ത്? ഇതൊന്നും ഇസ്തിഗാസയുടെ ബാബിൽപ്പെട്ടതല്ല. അങ്ങനെ ആർക്കെങ്കിലും എവിടുന്നെങ്കിലും വിളിച്ചു ചോദിച്ചാൽ അതിന്റെ പേരിൽ ഉത്തരം കിട്ടി എന്ന് അവർ പറഞ്ഞു നടന്നാൽ പോലും എന്താണ് ഉത്തരം കൊടുക്കുന്നത്? റബ്ബ് തന്നെ ആയിരിക്കും. കാഫറുകൾക്കും അള്ളാഹു ഉത്തരം കൊടുക്കാറില്ലേ? കാഫറുകളുടെ വിഗ്രഹങ്ങൾ എടുത്തു പോയിട്ട് ചോദിച്ചവർക്കും ഉത്തരം കിട്ടിയ സംഭവങ്ങൾ നമ്മുടെ നാട്ടിലെ ഒരു ചേന്നര ബോക്കറാജി ഉണ്ടായിരുന്നു. അയാൾ ഗുരുവായൂർ തുലാഭാരം നടത്തിയപ്പോഴാണ് അത്രയൊക്കെ കുട്ടിയുണ്ടായത്. നാട്ടിൽ വലിയ ചർച്ചയായിരുന്നല്ലോ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ്. അതിനർത്ഥം ഗുരുവായൂരപ്പൻ ഉത്തരം കൊടുക്കും, ഗുരുവായൂരപ്പനോട് ഉത്തരം കൊടുക്കാൻ പറ്റുന്ന അതുപോലത്തെ ചില അത്ഭുത സംഭവങ്ങളും കറാമത്തിന്റെ കഥകൾ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ നാട്ടിൽ പ്രചാരത്തിലുള്ളത് ഇഷ്ടം പോലെ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇബ്നു തൈമിയ പറയാം, അതൊന്നും ഇസ്തിഗാസ അവരോട് ചെയ്യാമെന്നതിന് തെളിവല്ല. ഇതൊന്നും ഇസ്തിഗാസയുടെ ബാബിൽ പെട്ടതല്ല. ലൈസ മിൻ ഹാദൽ ബാബ് എന്ന് അദ്ദേഹം പറഞ്ഞ ഭാഗം മറച്ചു വെച്ചുകൊണ്ടാണ് മുസ്ലിയാക്കന്മാർ ഈ വിഷയം സംസാരിക്കാറുള്ളത് എന്നുകൂടി സാന്ദർഭികമായിട്ട് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. പറയാൻ ഒരുപാടുണ്ട് കാര്യങ്ങളൊക്കെ. നിങ്ങൾ ശ്രോതാക്കൾ വിഷയം പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ക്ഷമയോടുകൂടി സമയമെടുത്ത് മുൻകഴിഞ്ഞു പോയ വോയിസുകളൊക്കെ രണ്ടു കൂട്ടരുടെ നന്നായിട്ട് കേൾക്കണം, എന്നിട്ട് വിലയിരുത്തണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. മുസ്ലിയാർ പറയുന്ന ചില കാര്യങ്ങൾ കൂടി ഞാനൊന്ന് പെട്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അദ്ദേഹം പറയുന്ന വാചകം നിങ്ങൾ കേൾക്ക്. ഇവിടെ ഏതായിരുന്നാലും സംവാദത്തിന്റെ ഒടുവിൽ ശംസുദ്ദീൻ മൗലവി ഒരു കാര്യം കൃത്യമായി അംഗീകരിച്ചു. അള്ളാഹുവിന്റെ റസൂലിനോട് ഇസ്തിഷ്ഫാ എന്ന അർത്ഥത്തിലുള്ള ഇസ്തിഗാസ അഥവാ അത്തരത്തിലുള്ള സഹായത്തേട്ടം, ഷഫാഅത്ത് ചോദിക്കുക എന്ന അർത്ഥത്തിലുള്ള സഹായത്തേട്ടം അത് ശിർക്കല്ല എന്ന് അൽഹംദുലില്ലാഹ് ഇവിടെ ശംസുദ്ദീൻ മൗലവി അദ്ദേഹത്തിന്റെ വോയിസിലും ടെക്സ്റ്റിലൂടെയും അദ്ദേഹം പ്രതികരിച്ചു. നുണ കല്ല് വെച്ച നുണ, പച്ച നുണയന്മാരായ മുസ്ലിയാക്കന്മാരാണ് നമ്മൾ സംസാരിക്കുന്നത്. സലഫികളെ കുറിച്ച് നുണ പറയുന്നതിന് കയ്യും കണക്കില്ല. നിങ്ങൾ ചെറിയ നുണ മുതൽ വലിയ നുണ വരെ ഒരുപാട് നുണ പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് നബിയെ സാധാരണ മനുഷ്യനാക്കി, അതുപോലെ സംസ്കാരത്തിൽ ഫാത്തിഹ ചെല്ലാത്തവർ, അതുപോലെ ഔലിയാക്കളെ ആദരിക്കാത്തവർ, അതുപോലെ മരിച്ചു കഴിഞ്ഞാൽ ഔലിയാക്കൾക്കുള്ള ബഹുമാനമൊക്കെ നഷ്ടപ്പെട്ടു പോകും എന്ന് പറയുന്നവർ, ഇങ്ങനെ 100 കണക്കിന് നുണകൾ പറയുന്നുണ്ട്. ആ കൂട്ടത്തിലൊരു നുണയാണ് മുസ്ലിയാരുടെ പറഞ്ഞത്, കല്ല് വെച്ച നുണ. ലഅനത്തുല്ലാഹി അലൽ കാദിബീൻ, നുണയന്മാർക്ക് അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് പറയാനാണ് ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, ഇസ്തിഷ്ഫാ എന്ന് പറഞ്ഞ ഇസ്തിഗാസ അല്ല. അത് ഞാൻ പറഞ്ഞു പഠിപ്പിച്ചു. അത് ഞാൻ തൊട്ട് മുമ്പത്തെ വോയിസുകളിലും അത് ക്ലിയർ ചെയ്തു. അത് തവസ്സുലാണ്. തവസ്സുൽ എന്ന് പറയുമ്പോഴേക്കും ശിർക്കാവുകയില്ല എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് നമ്മുടെ ചർച്ചയുടെ വിഷയമല്ലാത്തത് കൊണ്ട് അത് വിശദീകരിച്ച് സംസാരിച്ചിട്ടുമില്ല. അതുകൊണ്ട് തവസ്സുലും ഇസ്തിഗാസയും കൂട്ടിക്കുഴച്ചിട്ട് ഈ തവസ്സുലിനെ ഇസ്തിഗാസയായി അവതരിപ്പിക്കുന്ന മുസ്ലിയാക്കന്മാരുടെ തനി നിറമാണ് ഈ സംവാദത്തിലൂടെ നമ്മൾ പിടികൂടിയിട്ടുള്ളത് എന്ന് ബോധ്യപ്പെടുത്താനാണ് മുസ്ലിയാക്കന്മാരുടെ കള്ള ആരോപണങ്ങൾ കൂടി ഞാനിവിടെ അവസാനം ഒന്നുകൂടി ശ്രദ്ധയിൽപ്പെടുത്തിയത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എന്റെ പാപം അള്ളാഹുവിൽ നിന്ന് പുറത്തു കിട്ടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെടുന്നു, ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനം തേടണം. ഇസ്തിഗാസയല്ലേ? നിങ്ങൾ കൊണ്ടുവന്ന കഥയിൽ ഇങ്ങനെ ഇല്ല. നബിയെ എന്റെ പാപം പൊറുക്കണേ, എനിക്ക് പാപം പൊറുക്കാൻ അങ്ങ് അള്ളാഹുവിനോട് തേടണേ എന്നതിലില്ല.
എന്ന് അതിലില്ല എന്ന് ഞാൻ വ്യക്തമായി തെളിയിച്ചു. അതുകൊണ്ട് അത് ഇസ്തിഗാസയല്ല. എന്നാൽ നിങ്ങൾ ഇതേ കഥ വെച്ച് അങ്ങനെയാണ് ആ വിശ്വാസത്തിലാണ് തേടുന്നത് എന്നതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് ഇസ്തിഗാസയാണ്. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം പച്ചയായ ശിർക്കാണ്, കുഫറാണ്. നിങ്ങൾ കാഫറുകളാകുന്ന നടപടിയാണ് ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വയം ആവുകയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് വസ്തുത. അപ്പം ഇവിടെ ഇമാമുകൾ കൊണ്ടുവന്ന കഥയിലുള്ളത് ഇസ്തിഗാസയല്ല, അത് തവസ്സുലാണ്. അത് നബി നേരിട്ട് കേൾക്കുമെന്ന വിശ്വാസം അവർക്കില്ല, ഉണ്ടെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. പിന്നെ ഈ ഒരു സംഗതി അല്ലാതെ ഈ മുസ്ലിയാക്കന്മാരുടെ കയ്യിൽ ഉണ്ടായിട്ടും ഇല്ല. മുനാഫിക്കുകൾ അവർക്ക് സ്വാധീനവും ശക്തിയും ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ മുനാഫിക്കുകളുടെ ഫിത്നയിൽ നിന്ന് ഞങ്ങളെ സഹായിക്കണേ എന്ന് പറഞ്ഞ് നബിയുടെ അരികിലേക്ക് വന്ന ആളുകളോട്, സ്വഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്നഹു ലാ യുസ്തഗാസു ബി, എന്നോട് ഇസ്തിഗാസ വേണ്ട. കാരണം നബിക്ക് അന്നേരം ചെയ്തു കൊടുക്കാൻ പറ്റിയ വൃത്തത്തിലുള്ള ഭൗതികമായ ഒരു വിഷയമല്ല അന്നേരം ചോദിച്ചത്. അത് എന്നോട് വേണ്ട. വ ഇന്നമാ യുസ്തഗാസു ബില്ലാ, റബ്ബിനോട് മാത്രമാണ് ഇസ്തിഗാസ ചെയ്യപ്പെടേണ്ടത് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതാണ് സലഫികളുടെ തെളിവ്. ഖുൽ ഇന്നമാ അദൂ റബ്ബി, പറയുക നബിയെ, എന്റെ റബ്ബിനോട് മാത്രമേ ഞാൻ ദുആ ചെയ്യൂ, എന്റെ റബ്ബിനോട് മാത്രമേ ഞാൻ ഇസ്തിഗാസ ചെയ്യൂ. വലാ ഉശ്രികു ബിഹി അഹദ, ഒരാളെയും ഞാൻ റബ്ബിൽ പങ്കു ചേർക്കുകയില്ല. സൂറത്തുൽ ജിന്ന് 20. വീണ്ടും പറഞ്ഞു ഇൻ തദൂഹും ലാ യസ്മഉ ദുആക്കും, ദുആ ചെയ്താൽ അവർ ദുആ കേൾക്കുകയില്ല. അവർ എന്ന് പറഞ്ഞാൽ വിഗ്രഹങ്ങൾ മാത്രമല്ല, അംബിയാവും ഔലിയാവും അതിൽ ഉൾപ്പെടുമെന്ന് ഇമാം ഖുർത്തുബിയുടെ തഫ്സീർ, നിങ്ങൾ കൊണ്ടുവരുന്ന തഫ്സീർ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, ഖിയാമത്ത് നാളിൽ നിങ്ങൾ ചെയ്ത ഈ ഔലിയാക്കളോട് നടത്തിയ ഇസ്തിഗാസ എന്ന ശിർക്കിനെ അവർ നിഷേധിക്കും. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും. കണ്ടോ, ഇവിടുത്തെ ദുആ ഇസ്തിഗാസയാണ് മുസ്ലിയാരെ. അതുകൊണ്ടായി ഈ ആയത്തിൻ തദൂഹും ലാ യസ്മഉ ദുആക്കുന്നതിന് ഖുർത്തുബി ഇൻ തസ്തഗീസു ബിഹിം ഫിന്നവാഇബി, ദുരിതഘട്ടങ്ങളിൽ അവരോട് ഇസ്തിഗാസ നടത്തിയാൽ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എന്ത്, ഉത്തരം കേൾക്കൂല എന്ന് പറയാൻ കാരണം ലിഅന്നഹ ജമാഅത്തുൻ ലാ തുബ്സിറു ബിഹി വലാ തസ്മഉ, ഉത്തരം ചെയ്യില്ല എന്ന് പറയാനുള്ള കാരണം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സുമ്മ യജൂസു അൻ യർജിഅ ഹാദാ ഇലൽ മഅബൂദീന മിമ്മ യഖിൽ, കേട്ടാലും ഉത്തരം ചെയ്യില്ല എന്ന് പറഞ്ഞല്ലോ, കാരണം ബുദ്ധിയുള്ളവരുമാകാം. കൽ മലായിക്കത്തി വൽ ജിന്നി വൽ അംബിയായി വശയാത്തീൻ, മലക്കുകളോട് തേടുന്നവർ, ജിന്നുകളോട് തേടുന്നവർ, അംബിയാനോട് തേടുന്നവർ, ശൈത്താന്മാരോട് തേടുന്നവർ. ശൈത്താൻ ചൂണ്ടിക്കാണിക്കുന്നവരോട് തേടിയാൽ അത് ശൈത്താന്മാരോട് തേടുന്നതിന് തുല്യമാണ്. മുസ്ലിയാക്കന്മാരെ നിങ്ങളാണ് ഈ ഗണത്തിൽപ്പെടുക. മടവൂരാണ് പടച്ചോൻ എന്ന് പറയുന്നവർ ഇതിന്റെ ഒരു സൂപ്പർലെറ്റീവായ അവസ്ഥയിലേക്ക് എത്തി. നിങ്ങൾ അങ്ങോട്ട് തന്നെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് അത് കേൾക്കുമ്പം ബേജാറുണ്ടെങ്കിലും ആ വിശ്വാസമാണ് പഠിപ്പിച്ചത് എന്ന് ഇമാം ജിയേലിയെ ഉദ്ധരിച്ചുകൊണ്ടും സൂഫികളുടെ വഹദത്ത് വജൂദിന്റെ വിശ്വാസം നിങ്ങളെ തൊടാൻ കൂട്ടാക്കിയിട്ടില്ല, നമ്മളെ വിഷയമല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് നിങ്ങൾ റബ്ബിന്റെ സിഫത്തുകൾ സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുത്തിട്ടുള്ളത്? റബ്ബ് കാണുന്നത് പോലെ കാണും, കേൾക്കുന്നത് പോലെ കേൾക്കും, കണ്ണിന് ദിവ്യശക്തി പകരും. ഇതൊക്കെ ജീലാനി സപ്ലിമെന്റിലും CM സ്മരണികയിലും വന്നതടക്കം, വഹദത്തുമാരുടെ വിശദീകരണം അടക്കം ഞാനിവിടെ കേൾപ്പിച്ചിട്ടുണ്ട് മുസ്ലിയാരെ. ഇമാം എന്താണ് ഉസൂൽ ഇഅ്തിഖാദി അഹ്ലി സുന്ന എന്ന കൃതി ലാലക്കായി പറഞ്ഞു, ഫമൻ സഅമ അന്ന അസ്മാ അല്ലാഹി മഖ്ലൂഖത്തുൻ ഫഹുവ കാഫിർ, അല്ലാഹുവിന്റെ നാമങ്ങൾ സൃഷ്ടിയാണ് എന്നൊരുത്തം വാദിച്ചവൻ കാഫറാണ്. മനസ്സിലായില്ലേ? വകുഫ്റുഹു ഇന്ദി ഔളഹ മിൻ ഹാദിഹി ശംസ്, ഈ തിളങ്ങി നിൽക്കുന്ന ശംസിനേക്കാൾ, സൂര്യനേക്കാൾ സുവ്യക്തമാണ് അവൻ കാഫറാണ് എന്ന കാര്യം. മുസ്ലിയാക്കന്മാരെ, നിങ്ങൾ അള്ളാഹുവിന്റെ സിഫത്തുകൾ സൃഷ്ടികളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അഊദു ബി കലിമാത്തില്ലാഹി താമ്മ, അള്ളാഹുവിന്റെ കലിമത്താണ്, അള്ളാഹുവിന്റെ പൂർണ്ണമായ കലിമത്ത് കൊണ്ട് ഞാൻ രക്ഷ ചോദിക്കുന്നു. മിൻ ശർരി മാ ഖലഖ്, അവൻ സൃഷ്ടിച്ചതിന്റെ ഷർറിൽ നിന്ന് രക്ഷ ചോദിക്കുന്നു. ഈ ഇത്തരം ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ടാണ് ഇബ്നു റസ്ഖാനി റഹ്മത്തുള്ളാഹി ഒരു ശരണം തേടുന്നത്. അത് ശരണം തേടിയാൽ നീക്കം ചെയ്തു തരാൻ കഴിവുള്ളവനോട് മാത്രമാകണം. അത് സൃഷ്ടികളോടാണെങ്കിൽ ഔദു ബി കലിമാത്തി പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന ആയത്തോതുമ്പോൾ അതിലെ സൂഫികളുടെ ഇൽമുൽ കലാമിന്റെ പിഴച്ച വിശ്വാസക്കാരുടെ വാദം ചില തഫ്സീറുകളിൽ എടുത്തു കൊടുത്തത് കറഞ്ഞിട്ട് അത് അൽ അർവാഹുൽ ആലിയ, ഉന്നത ലോകത്തെ റൂഹുകൾ അഥവാ സൃഷ്ടികളാണ് അള്ളാഹുവിന്റെ സിഫത്തുകൾ എന്ന് പറഞ്ഞ് സൃഷ്ടികളോട് വിളിച്ചു തേടാം. റബ്ബിനോട് ശരണം തേടുന്നത് പോലെ സൃഷ്ടികളോടും ശരണം തേടാം എന്നുള്ളതിന് ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന വചനത്തെ ദുർവ്യാഖ്യാനിച്ചവരാണ് മുസ്ലിയാക്കന്മാർ. ലാലക്കായി പറഞ്ഞു, ആ ഒരു വിശ്വാസമുണ്ടല്ലോ, അത് അദ്ദേഹത്തിന്റെ ഉസൂൽ ഇഅ്തിഖാദി അഹ്ലി സുന്നയിൽ അതിന്റെ 238 അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വിശ്വാസം തന്നെ പകൽ സൂര്യനെ പോലെ അതിനേക്കാൾ വ്യക്തമാണ്, അത് കുഫറാണ് എന്ന കാര്യം. അതാണ് പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ മുസ്ലിയാക്കന്മാരോട് നമുക്ക് വ്യക്തിപരമായ ഒരു വിരോധവുമില്ല, സംഘടനാപരമായ വിരോധവുമില്ല. നേരെ മറിച്ച് നിങ്ങളോടുള്ള എതിർപ്പ് ആദർശപരമാണ്. അബൂജഹലിന്റെയും ഉത്തുബത്തിന്റെയും ഷൈബത്തിന്റെയും വിശ്വാസമാണ് ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് നിങ്ങൾ കൊണ്ടുവരുന്നത്. നിങ്ങൾ ഇവിടെ ജാറങ്ങളിലും ജന്മദിനാഘോഷങ്ങളിലും നടപ്പാക്കുന്നതും യഹൂദ സംസ്കാരമാണ്. അത് ഷിയകളിലൂടെയാണ് വന്നത് എന്ന് ശാന്തമായി നിഷ്പക്ഷമായി പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് കുഫറിൽ നിന്നും ബിദ്അത്തുകളിൽ നിന്നും രക്ഷപ്പെട്ട് കലർപ്പില്ലാത്ത തൗഹീദുമായി മരിച്ച് നരകാഗ്നിയിൽ നിന്ന് കരകയറാനും സ്വർഗത്തിൽ പ്രവേശിക്കാനുമുള്ള മഹാഭാഗ്യം ഈ സംവാദം നടത്തിയവർക്കും അവരുടെ വിശ്വാസവുമായി നടക്കുന്നവർക്കും
ഞങ്ങൾക്ക് ലഭിക്കുന്നത് പോലെ തന്നെ ഉണ്ടാകണം. അള്ളാഹുവെ, ഞങ്ങളെ മരണം വരെ നീ ഈ ഒരു സത്യത്തിൽ തന്നെ അടിയുറച്ചു നിർത്തുകയും വേണം. അല്ലാഹുമ്മ അരിനൽ ഹഖ ഹഖൻ വർസുഖ്ന ഇത്തിബാഅ വഅരിനൽ ബാത്തില ബാത്തിലൻ വർസുഖ്ന ഇജ്തിനാബ വസല്ലല്ലാഹു അലാ മൻ ലാ നബിയ ബഅദ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.